താമരശ്ശേരി ബിഷപ്പിന് കഴിഞ്ഞ ദിവസം ഒരു ഭീഷണി കത്ത് ലഭിച്ചു. അത് ഒരു മനോരോഗിയുടേതാണ് എന്ന് ഉറപ്പാണ്. ആധുനിക ലോകത്ത് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു കത്ത് എഴുതാനാകില്ല. പക്ഷേ ഇവിടുത്തെ ചോദ്യം ഈ മനോരോഗത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നതാണ്. അത് തീവ്രവാദമാണോ? PFIയുടെ പിന്തുടർച്ചക്കാർ എന്ന് അവകാശപ്പെടുന്ന IDFIയുടെ PRO എന്ന പേരിലാണ് കത്ത്. PFI തിരിച്ചു വരികയാണ്. അതാണ് ചോദ്യം. മതരാഷ്ട്രവാദവും മത തീവ്രവാദവും കേരളത്തിൽ ബീജാവാപം തുടരുകയാണോ എന്നതാണ് ആശങ്ക. കേരളം ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ വിളനിലമാണ് എന്ന് വാദിക്കുന്നവർ ഈ കത്ത് ഉയർത്തിപ്പിടിച്ചത് ആയുധമാക്കി കഴിഞ്ഞു. മതേതര കേരളം ഭയക്കണോ, സംശയിക്കണോ? തീവ്രവാദം അണിയറയിലെ അടുപ്പിൽ പാകപ്പെടുന്നുണ്ടോ? അത് വിളമ്പാൻ തക്ക അവസരം കാത്തിരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണോ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, ഇതെന്താണ് ഈ കേൾക്കുന്നത്? ഒരു കത്ത് വരികയാണ്. ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ആണ് കത്തയക്കുന്നത്. PFI എന്ന നിരോധക സംഘടനയുടെ പിന്തുടർച്ചക്കാരാണ് ഞങ്ങളെന്ന് വലിയ അഭിമാനത്തോടെ ഈ കത്തിൽ പറയുകയാണ്. ഇത് താമരശ്ശേരി ബിഷപ്പിനുള്ള ഭീഷണിയാണ്. ഇത്തരം കത്തയക്കുന്ന ആളുകൾ ഇനി കേരളത്തിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ കത്തുകൾ വരുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. അതിന്റെ കത്തിന്റെ ഉറവിടം അന്വേഷിച്ചെങ്കിലേ അത് ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾക്കിപ്പോ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് പറയാ എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് അങ്ങനെ ചാടിക്കേറി ഇതൊരു തീവ്രവാദ പ്രവർത്തനമാണെന്ന് ധരിക്കേണ്ടതില്ല. ഇതിന്റെ ഒരുപക്ഷെ ഏതെങ്കിലും മനോരോഗ പ്രശ്നമുള്ള ആരെങ്കിലും അയച്ച ഒരു കത്തായിരിക്കാം, അല്ലേ? അങ്ങനെയാണ് താങ്കൾ കരുതുന്നത്? അതന്നെയാണ് സാറേ. അത് അങ്ങനെയല്ല, ഭ്രാന്തന്മാരും ചെയ്തതായിരിക്കും. ശരി, വ്യക്തമാണ്. അപ്പോൾ മഹി എന്നോടൊപ്പം ചേരുന്നത് കിള്ളിപ്പാലത്തിൽ നിന്നാണ്. മഹി, ഇത് മാനസികമായ വെല്ലുവിളി നേരിടുന്ന ആരെങ്കിലും അയച്ചൊരു കത്താണ് എന്ന് അങ്ങനെ കണക്കാക്കേണ്ടതുണ്ടോ? അങ്ങനെ കണക്കാക്കി, അല്ലാതാറൊന്നുമല്ല. പിന്നെ സാറേ ഒരു കാര്യം എനിക്ക് സാറിനടുത്ത് പറയണം, വലിയ ഉപകാരിക്കും. ഇപ്പൊ നമ്മുടെ മഹാനായ നടൻ ഈ മാസം 16-ാം തീയതി മരിച്ചു, 45 വർഷത്തോടെ. നിങ്ങളെ പൊതുവേദിയിലാണ് 16-ാം തീയതി ഒന്ന് ഇട്ട വലിയ നന്ദിയായിരിക്കും. ആ പൊതുവേദി ജനങ്ങൾ അത് വലിയൊരു പൊതുവേദി സംശയമില്ല. അതൊന്നും ചെയ്യണം സാറേ. അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധകനാണോ? വലിയ ആദായമല്ല. അങ്ങനെയല്ല, ഇപ്പം ജനിച്ച 15 വയസ്സ് പിള്ളേർക്ക് പോലും ജയിലിനെ അറിയാം. ചിലപ്പോൾ മഹാനായ മമ്മൂട്ടി അറിഞ്ഞതായിരിക്കും. ഒന്നും ഇട്ട വലിയ ഉപകാരിക്കും സാറേ. അതിന് വലിയ സാറേ ഉപകാരം. നിങ്ങളെ പോലീസ് പ്രത്യേകം പറഞ്ഞോളി. ഓക്കെ, നമുക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ശ്രീ ദിവാകരൻ തലശ്ശേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ദിവാകരൻ, ഇപ്പോൾ ആളുകളൊക്കെ ഇപ്പോൾ നമ്മളെ വിളിച്ചവരെല്ലാം പറയുന്നത് ഇത് അങ്ങനെ വലിയൊരു ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. ഒരു ബിഷപ്പിന് ഏതോ സമനില തെറ്റിയ ഒരാൾ ഒരു കത്തയച്ചു, അതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ടതില്ല എന്നുള്ളതാണ്. ശ്രീ ദിവാകരൻ അങ്ങനെ കണക്കാക്കുന്നുണ്ടോ? അതായത് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ പൊതുജനം പലവിധ, ചില ആൾ റെസ്പെക്ട് മേലെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാതെ ഉണ്ടാവും, ചില മെന്റൽ ഡിസീസ് ഉണ്ടാവും, സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാവും, ഏടി അടങ്ങാതെ ഉണ്ടാവും, ഏതെല്ലാം തരത്തിലുണ്ട്. അതിനെല്ലാം ചികിത്സിച്ചിട്ട് ശരിയാക്കാൻ വേണ്ട ഒരു ഇങ്ങനെയുണ്ടൊരു അതൊന്നൊരു ശരിയുണ്ടാതെ ഇതെന്താ മനുഷ്യനല്ല ഇങ്ങനെയാ. ഇതിനെല്ലാം ആദ്യം മെന്റൽ ഇതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കുക, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് സ്വയം നന്നാക്കുക, പാട്ടെല്ലാം കെട്ട് നന്നാക്കിയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും പോകണം. അല്ലെങ്കിൽ അത് ഈ പടരുന്ന പോലെ വർദ്ധിച്ചിട്ട് എല്ലാവർക്കും സമുദായത്തിലും ദോഷമായിട്ട് നന്നാക്കിക്കൊണ്ടേരാം. കാട്ടിലെ കൊടുങ്കാട്ടിലുള്ള മൃഗങ്ങളെയെല്ലാം നമ്മൾ നന്നാക്കിക്കൊണ്ടേരുന്നില്ലേ, മെരുക്കിയിട്ട് പെറ്റ് അനിമൽസ് ആക്കുന്നില്ല. അതുപോലെ അങ്ങനെയെല്ലാം ആക്കിയിട്ട് കൊണ്ടുവന്നാൽ മനുഷ്യന് മൃഗമായിട്ട് മാറുന്ന കുറേയുണ്ട്. മനുഷ്യന് ബുദ്ധിയുണ്ട് പകുതിരും, പക്ഷി മൃഗാദികൾക്ക് അതില്ലല്ലോ. ആ കൂട്ടത്തിൽ പെടുന്നത് അതെല്ലാം നന്നായാലും സ്റ്റബേൺ ക്യാരക്ടർ നന്നാക്കിക്കൊണ്ടുവന്നാൽ കുറേ നന്നാക്കി വരും, ചില സ്വയം നന്നാക്കുക. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബാലകൃഷ്ണൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, സെയിൻറ്റ് റീത്താസ് സ്കൂളിനെതിരെ പരാമർശമുണ്ട്. മാത്രമല്ല ഇപ്പോൾ പറയുന്നത് ഈ സ്ഥാപനങ്ങളിൽ എല്ലാ വിദ്യാലയങ്ങളിലും സമയാസമയങ്ങളിൽ ബാങ്ക് വിളിക്കാൻ ഒക്കെ ഉള്ള അവസരം ഒരുക്കണം. ഇതിന് എതിർപ്പുള്ള സ്ഥാപനങ്ങൾ അവരൊക്കെ
സ്വാശ്രയ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കട്ടെ. ഇങ്ങനെയൊക്കെ നീളുകയാണ് ഈ കത്തിലെ വചനങ്ങൾ. അപ്പോൾ ശ്രീ ബാലകൃഷ്ണൻ വടകര ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, മുമ്പ് BJPയും സംഘപരിവാർ സംഘടനകളും പറഞ്ഞിരുന്നു ഭീകരവാദത്തിന്റെ ഹബ്ബാണ് കേരളം എന്ന്. അത് അദ്ദേഹം മൈൻഡ് ചെയ്യാതെ വിട്ടത് കൊണ്ട് കേന്ദ്രത്തിന് ഏജൻസി വന്നപ്പോൾ അദ്ദേഹത്തിന് അറിയിച്ചില്ല. ഇപ്പൊ ഇത് നിയന്ത്രിക്കാനൊന്നൊരു പ്രശ്നമുള്ള സംഭവമൊന്നുമല്ല. പക്ഷെ പ്രോട്ടോകോൾ ലംഘിച്ച് ഇതൊന്നും പറയേണ്ടി വരില്ല. ഇതിപ്പോ കേന്ദ്ര ഇപ്പൊ PFI ഒരു നിരോധിത സംഘടനയാണ്, അതിന്റെ പിന്തുടർച്ചക്കാരാണെന്നാണ് പറയുന്നത്. അപ്പൊ കേന്ദ്ര സംഘങ്ങൾ സ്വാഭാവികമായും ഇത് അന്വേഷണത്തിന് വിധേയമാക്കും, അതിൽ സംശയിക്കാനൊന്നുമില്ല. അല്ല സർ, അന്വേഷണത്തിന് വിധേയമാക്കുവാനൊന്നുമില്ല. അന്വേഷണ നിരീക്ഷണത്തിലാണ് ഉള്ളത് അവര്. അല്ലാതെ വെറുതെ ഒരു കണ്ണിൽ പൊടിയിടാൻ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ അവരെ പിന്നാലെ തന്നെയാണ്. അതല്ലാതെ എവിടുന്നോ ഒരു സ്രോതസ് കൂടി പണം ഇപ്പൊ ഇവർക്ക് വരുന്നുണ്ട്. അതും കൂടി കണ്ടുപിടിക്കാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രി തയ്യാറാവണം. എന്താണ് കേരളം ഇത്തരം കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം താല്പര്യങ്ങൾക്കൊക്കെ ഒരു വേദി ഒരുക്കി കൊടുക്കുന്നു, മത തീവ്രവാദ മതരാഷ്ട്രവാദങ്ങൾക്കൊക്കെ? അതാണോ താങ്കളുടെ ആക്ഷേപം? ഞാൻ ആക്ഷേപിക്കുന്ന എന്തിനാ സാർ? നമ്മുടെ PFI നിരോധിച്ചപ്പോൾ അതിന്റെ ദേശീയ നേതാക്കളും 2-3 ആളെ കേരളത്തിലുള്ളവരല്ലേ? നമ്മളെന്താ വിഡ്ഢികളാണോ? അപ്പൊ ഇതിന്റെ സംഭവം എന്താ വെച്ചാൽ ഇത് നിയന്ത്രിക്കാനുള്ള ഏജൻസിയും രാജ്യം ഭരിക്കുന്ന ആളും ഒക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി വളരെയേറെ 10 വോട്ടിന് വേണ്ടിയിട്ട് ഇവരെ പിന്തുണക്കുന്ന ഈ പരിപാടി നിർത്തിയിട്ടില്ലെങ്കിൽ തീക്കൊള്ളിയോട് തലചെറിയലായിരിക്കും. കാരണം നമ്മളെ മക്കൾക്ക് സ്കൂളിൽ പോകാനോ നമ്മളെ മക്കൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനോ പറ്റാത്ത ഒരവസ്ഥ രാജ്യത്ത് സംജാതാവും. പക്ഷെ അത് രാജ്യത്ത് സംജാതാവൊന്നുമില്ല, അത് മറ്റൊന്ന്. പക്ഷെ കേരള മുഖ്യമന്ത്രി അതിന് ഇടപെടുത്തരുത്. കേരള മുഖ്യമന്ത്രിയുടെ പിന്തുണ ഇതിനുണ്ടോ? ഈ ഒളിഞ്ഞും തെളിഞ്ഞ് ഇവർ 2 കൂട്ടർ ഈ ഭീകരവാദികളെ വളർത്തിയിട്ടില്ലേ സാർ? കേരളത്തിൽ മറ്റുള്ള കക്ഷികൾ ഇതൊക്കെ സോറി അങ്ങനെയല്ല സാർ. മറ്റുള്ള കക്ഷികൾ, പ്രതിപക്ഷ കക്ഷികൾ ഇത് ആരോപണം ഉന്നയിക്കുമ്പോൾ അത് അശേഷം തള്ളിക്കളയാറില്ല അവര്. അതുകൊണ്ടല്ലേ അവരെ അറിയിക്കാതെ നേരത്തെ വന്നിട്ട് പൊക്കി കൊണ്ടുപോയത്. പൂച്ചക്കുട്ടിയെ എടുത്തു പോകും പോലെ കൊടുത്തു പോയത്. കേരള പോലീസിനെ അറിയിക്കില്ല എന്നാണ് അതിന്റെ മാനക്കെടുത്തിയ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം KK നാസർ ചേരുന്നുണ്ട്. KK നാസർ, ഇത് ഇത്തരം ഭീഷണി കത്തുകൾ നമ്മൾ മുമ്പും പല ആളുകൾക്ക് പലതരത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ബോംബ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഭീഷണിപ്പെടുത്തിയുള്ള കത്തുകൾ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ബോംബിൻ്റെ കാര്യമൊക്കെ പലപ്പോഴും സമനില തെറ്റിയ ആളുകൾ ഒരു വിനോദം എന്ന തരത്തിലൊക്കെ ചെയ്യുന്നതാണ്. ഈ കത്തും അങ്ങനെ കണ്ടാൽ മതിയോ, അതോ അതിനപ്പുറത്തേക്ക് ഒരു ഗൗരവം ഈ കത്തിന് കൊടുക്കണോ ശ്രീ KK നാസർ? സാറ് നമസ്കാരം സാർ. നമസ്കാരം. സാറ് പറഞ്ഞത് വളരെ വ്യക്തമാണ് സാറേ. ഇങ്ങനത്തെ കത്തുകള് അതിന് നമ്മൾ വളരെയേറെ എന്താ പറയാ അന്വേഷണങ്ങൾ നടത്തേണ്ടതാണ്. കാരണം നമ്മുടെ ഈ സംസ്ഥാനത്ത്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ മതപരമായി ഉള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്ത് നമ്മൾ ഐക്യത്തോടെ ജീവിച്ചു പോകുന്ന, ഐക്യത്തെ തകർക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇതുപോലത്തെ ഈ കത്തുകളൊക്കെ വരുന്നത്. അപ്പൊ അതിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി വ്യക്തമായ അന്വേഷണങ്ങൾ നടത്തണമെന്നാണ് സാർ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിസ്സാരമായി തള്ളിക്കരുതെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ സുനിൽ കുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. സമനില തെറ്റിയ ഒരാൾ ഇത്ര ഭംഗിയായി കറക്റ്റ് ടാർഗറ്റ് വെച്ച് ലെറ്റർ എഴുതുമോ? എല്ലാം മാനസികമെന്ന് പറഞ്ഞ് തള്ളുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ്. നിയമത്തിന് മുന്നിൽ, അത് ഞാൻ യോജിക്കുന്നു. എന്തായാലും അയാൾ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരണം. ആരാണെന്ന് അന്വേഷിക്കണം, കണ്ടെത്തണം. വോട്ട് ബാങ്കിന് വേണ്ടി കണ്ണടച്ചിരിക്കുന്നവർ ഓർക്കുക, ഇത് അവനവൻ്റെ കുഴി തോണ്ടാനുള്ള വഴിയാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, കിഷോറും എന്നോടൊപ്പം കോന്നിയിൽ നിന്ന് ചേർന്നിട്ടുണ്ട്. ശ്രീ അഹമ്മദ് ബാബ എന്നോടൊപ്പം ചേർന്നു. ശ്രീ അഹമ്മദ് ബാബ, ഇത് നോക്കൂ, ഈ കത്തിൽ ചില പ്രയോഗങ്ങൾ വലിയ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഉതകുന്നതാണ് കേട്ടോ. കാരണം കേരളത്തിൽ വരുന്ന പണത്തിൻ്റെ വലിയൊരു ശതമാനം അത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് പക്ഷേ കിട്ടുന്നില്ല. അത് 90% പ്രവർത്തനങ്ങളും അവർ നൽകുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് നടക്കുന്നത്. പക്ഷേ അതെല്ലാം 70% മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയെങ്കിലും മാറ്റിവെക്കണം എന്നൊക്കെയുള്ളൊരു ആവശ്യമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ വലിയ തോതിലുള്ള ഒരു ഭിന്നത രാജ്യത്തുണ്ടാക്കാൻ ഉള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് കാണേണ്ടത്. പക്ഷേ ഇത് ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് വന്ന കത്താണ് എന്ന് ശ്രീ അഹമ്മദ് ബാബ കരുതുന്നുണ്ട്. നമസ്കാരം. ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലവ് മുഹമ്മദ് എന്ന് ക്ഷേത്രത്തിന്റെ മതിലൊക്കെ എഴുതി ഒട്ടിച്ച ഒരു കാര്യം ഇതിന് മുന്നേ ഉണ്ടായല്ലോ, ഇപ്പൊ അടുത്ത് തന്നെ ഉണ്ടായി.
അത് ഉത്തർപ്രദേശിൽ നിന്നാണ് തുടങ്ങിയത്. അവിടെ വലിയൊരു ജാഥ നടത്തി ഐ ലവ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതിപ്പോ ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. അതിലെ 2-3 ആൾക്കാരെ പിടിച്ചു നോക്കുമ്പോ അവര് തീവ്ര ഹിന്ദുത്വത്തിന്റെ ഏതോ ആൾക്കാരാണ്, അവരാണ് അത് ചെയ്തിട്ടുള്ളതെന്ന്. ഇങ്ങനെയുള്ള കത്തുകൾ ഇതൊക്കെ ഇത് സമൂഹത്തിലും സമുദായത്തിലും ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് തന്നെയാണ്. ഇത് എന്താണ്, അതിലുള്ള സത്യാവസ്ഥ എന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ട് മാതൃകാപരമായിട്ട് ശിക്ഷിച്ചാൽ തന്നെ പിന്നീട് മുൻപിലേക്കുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്കൊരു ഇത് കിട്ടുള്ളൂ. അപ്പോ ഇതിനെപ്പറ്റി അന്വേഷിക്കണം. അന്വേഷിച്ചിട്ടുണ്ട് അതിന്റെ ഒരു തെളിവും കിട്ടട്ടെ. പിന്നെ ഇപ്പൊ ഇതിലുള്ള മുസ്ലിം സംഘടനയായാലും ഹിന്ദു സംഘടനയായാലും ഇവര് RSS ഇതൊക്കെ വർഗീയമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഇവരൊക്കെ നിരോധിക്കുക തന്നെ വേണം. ഒരു കൂട്ടരെ മാത്രം അങ്ങോട്ട് വെച്ചിട്ട് മറ്റൊരു കൂട്ടരെ മാത്രം അങ്ങോട്ട് പുറത്തേക്ക് വിട്ടാലൊന്നും സംഗതി നടക്കൂല. അപ്പൊ എല്ലാവരും അത് രാജ്യത്തിന് അപകടകരമായിട്ടുള്ള എല്ലാത്തിനും നിരോധിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എന്റെ അടുത്തുള്ളത്. ഈ കത്തിന്റെ കാര്യം തെളിവോടുകൂടി വരുമ്പോ അത് ഏത് ഇതിൽ പെട്ടതായാലും മാതൃകാപരമായിട്ട് ശിക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മളുടെ നാട്ടില് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതായ നമ്മളെല്ലാവരും സാഹോദര്യത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും കഴിഞ്ഞുകൂടുകയും ചെയ്യട്ടെ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സൂപ്പി എന്നോടൊപ്പം ചേരുന്നത് വെള്ളമുണ്ടയിൽ നിന്നാണ്. സൂപ്പി, നമസ്കാരം. അപ്പോൾ ഇത് ഈ ക്രൈസ്തവ സമൂഹത്തെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല, അവരെ ഒരു അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളിലുണ്ട്. കാരണം ദൈവനാമത്തിൽ അനാശാസം പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു കത്താണ്. ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, RSSകാർ, BJPക്കാർ എല്ലാം നശിപ്പിക്കപ്പെടേണ്ടവർ തന്നെയാണെന്നൊക്കെ പറഞ്ഞൊരു കത്താണ് വന്നിരിക്കുന്നത്. ഈ കത്തിന്റെ പുറകിൽ ആരായിരിക്കും ശ്രീ സൂപ്പി? എന്റെ അഭിപ്രായത്തിൽ ഈ കുളങ്കലക്ക് മീൻ പിടിക്കുക എന്നുള്ള സ്വഭാവമുണ്ട്. അതാണ് എന്റെ ഉദ്ദേശം. ആരാണ് കുളം കലക്കുന്നത്, ആരാണ് മീൻ പിടിക്കുന്നത്, ആരാണ് മീനുകൾ? അതൊക്കെ നമുക്ക് ഇവിടെ തീവ്രവാദ സംഘടന ഏതായാലും RSS ആയാലും BJP മറ്റേ എന്താ പറയാ STF, ബജ്രംഗ്, എന്തെല്ലാം സംഘടന വർഗീയതയുണ്ടോ അവരൊക്കെ ഇതിന് പിന്നിലുണ്ടാവും. കാരണം ഈ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ കത്ത് അത് ഉറവിടം കണ്ടെത്തണം. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആരും ചെയ്തൊരു നമുക്ക് അങ്ങ് പറഞ്ഞതിലൊരു ചെറിയ കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ RSSനെ അങ്ങ് തീവ്രവാദ സംഘടന നമുക്ക് വിളിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ഇത് ഒരേ ഒന്നു തന്നെയല്ലേ? ജമാഅത്ത് ഇസ്ലാമി ആയാലും ഇത് രണ്ടും കണക്കന്നെയാ നമ്മളെ സംബന്ധിച്ചിട്ട്. കാരണം കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അങ്ങനത്തെ വിശ്വസിക്കുന്നുള്ളൂ. അത് അങ്ങനത്തെ വിശ്വസിക്കുള്ളൂ. കാരണം നമുക്കറിയാലോ മഹാത്മാഗാന്ധിയെ കൊന്ന ഇയാളാരാ? അത് അവർക്ക് പങ്കില്ല എന്നല്ലേ അവർ പറയുന്നത്. നമുക്കറിയില്ല. നമുക്കിപ്പോ കോടതി വിധിയുടെ ഒരു പിൻബലമില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെയല്ല ശരി, ആ ഉറവിടം കണ്ടെത്തണം. നമുക്ക് ബോംബ് ഭീഷണിയൊക്കെ കാണില്ല, പല വിമാനത്താവളിൽ ബോംബ് വെക്കുക, അതൊക്കെ അത് ഇതിന്റെ പിന്നിലാരാ? തീവ്രവാദ സംഘടനകളല്ലേ? അതൊക്കെ ശരിക്കും കടിഞ്ഞാലുള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കട്ടെ ഇതാര് ഇതാക്കി എന്നുള്ളത്. അവർക്കല്ലേ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ പ്രദീപ് ഇടുക്കിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പ്രദീപ്, ഇതിനെയൊക്കെ RSSനോടൊപ്പം അതുപോലെ സംഘടനകൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുമോ? അതോ ഇത് കുറെ കൂടി രാജ്യത്തിന്റെ കെട്ടുറപ്പിന് ഭീഷണിയായവരുടെ പ്രതികരണമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ടോ? അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പൊ NIA അന്വേഷിച്ചു തുടങ്ങിയല്ലോ. ഇത് ഈ നാദാപുരത്തുള്ള ഒരു പുതിയൊരു ഇത് ഇറങ്ങിയിട്ടുണ്ട്. നാദാപുരം പ്രത്യേകത ഇത് ഞാൻ പറഞ്ഞ ഈ ജോസഫ് മാഷിന്റെ കൈവിട്ടുന്നതിന് മുമ്പ് ഞാൻ ആ തൊടുകമ്പലത്തിന്റെ അവിടെ നിൽക്കുമ്പോൾ അവര് ഈ STPക്കാർ ജാഥയായിട്ട് വന്നിട്ട് അമ്പലത്തിന്റെ പണ്ടിക്ക് ഗരുഡന്റെ ഒരു പ്രതിമ വലിച്ചു പറിച്ചിട്ട് പോയി. വല്ല അവരുമായിട്ട് തന്നെ ബന്ധുവിന് അതിനെ വലിച്ചു വെച്ചിട്ട് ഇമാർ പോകണം വന്ന വഴിക്ക് ചെയ്യാം. പിന്നെ ഞാൻ മറ്റേ അഹമ്മദ് ബാബയൊക്കെ പറഞ്ഞ് വെറുതെ നുണ പറഞ്ഞത് അവര് തന്നെ എഴുതിച്ചിട്ട് അവരെ പിടിച്ചല്ലോ. വലിച്ചെറിഞ്ഞതിനെതിരെ അന്ന് പോലീസ് കേസൊന്നും ഉണ്ടായില്ലേ? ഇല്ല, അത് അന്നത്തിന് RSSകാർ കൂടി അപ്പത്തന്മാർ ഓടി. RSSകാർ നമുക്ക് ഭയങ്കര പേടിയാ ബോംബെയില്. അവരെ ഉള്ളതുകൊണ്ടല്ലോ ഇവര് വിട്ടുപോകുന്നത്. അല്ലാണ്ട് ഇവർക്ക് മനുഷ്യനെ പേടിയുണ്ടോ? പോലീസുകാരും അതല്ലല്ലോ, നിയമമല്ലേ അവരെ ഇത് ചെയ്യേണ്ടത്, അല്ല ആളുകൾ വ്യക്തിപരമായി. നിയമമല്ല, അവർ വന്നപ്പോഴത്തേക്ക് പോയി എല്ലാവരും പോയില്ല. അവരെ കണ്ടപ്പോ തന്നെ ഇവര് തലവട്ടം കണ്ടപ്പോൾ സ്ഥലം വിട്ടു. അതൊക്കെ ഇളക്കി പഠിച്ച് നാശാക്കിയത് ഇവര്. ജോസഫ് മാഷ എഴുതിയതിനും സാറ എഴുതിയാലും ഇപ്പൊ ഇതിനകത്ത് ഇവരുണ്ട്. ഈ അമ്പലം എന്ത് പഠിച്ചു? അതൊക്കെ ടൗണിൽ കാണുന്ന അമ്പലം അതൊക്കെ ഇളക്കി പറിച്ചാൽ പോകാൻ കഴിച്ച് തുപ്പൊക്കെ ഇതിനകത്ത്. പിന്നെ ഈ കഴിഞ്ഞ ഈ കോഴിക്കോട് ഒരു അമ്പലത്തിലൊരു ശാന്തിക്കാരുടെ അമ്പലത്തിൽ അയാൾക്ക് തലയ്ക്ക് സ്വീകരണം പോലീസുകാർ പറഞ്ഞു. ആദ്യം ജനങ്ങൾ സമ്മതിച്ചില്ല, പിന്നെ അത് കേസാക്കി അതാക്കി. അതിങ്ങനെ ഇടയ്ക്ക് ക്ലിയർ ആയി കിട്ടുന്നില്ല. ഓക്കെ, സോമരാജ് കോട്ടയത്ത് നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ സോമരാജ്. ഹലോ.
എന്ത് സംഭവം ഉണ്ടായാലും മാനസിക വൈകല്യം ഉള്ളവനാണ്, മാനസിക രോഗിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. ഇത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പാലാ ബിഷപ്പിനെ വധിക്കുമെന്നും പറഞ്ഞ പരസ്യമായിട്ട് പാലാ ടൗണിൽ ഭീഷണി മുഴക്കിയിട്ട് അവർക്കെതിരെ എന്ത് നടപടിയെടുത്തേ? ഒരു നടപടി എടുത്തില്ല. പാലാ ബിഷപ്പിനെതിരെ സർക്കാർ കേസെടുക്കുക ചെയ്തത്. ഈ സംഭവം ഉണ്ടായിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു സഭ ബിഷപ്പിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അതുപോലെ സെന്റ് റീത്താസ് സ്കൂളിന്റെ കാര്യം കത്തില് പരാമർശിക്കുകയും ചെയ്യുന്നവരൊക്കെ മാനസിക വൈകല്യമാണെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഉള്ളത്? അതുപോലെ തന്നെ ഇത് ഈരാറ്റുപേട്ടയിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. ഈരാറ്റുപേട്ട ഇതിനു മുമ്പ് പലതവണ പോലീസ് റെയ്ഡ് നടത്തുകയും പല നടപടികൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം ജയിലിൽ കിടക്കുന്ന തടിയന്റെ ഇവിടെ നസീറിന്റെ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ വാഗമണ്ണിലെ സെമി ക്യാമ്പ്, അങ്ങനെയുള്ള പല തീവ്രവാദ സംഭവങ്ങളുടെ ഹബ്ബാണ് ഈരാറ്റുപേട്ട. അപ്പൊ ഈ കത്ത് ഈരാറ്റുപേട്ടയിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. അപ്പം ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇത് വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ്. ഇല്ലെങ്കിൽ ഇതുപോലെ ഓരോരുത്തർ RSS ആണ്, BJP ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ RSS ആണെന്ന് പറയുന്നത്? അപ്പൊ തെളിയിക്കട്ടെ, പോലീസ് തെളിയിക്കട്ടെ ആരാ അയച്ചെന്നും. അയച്ചവൻ മാനസിക രോഗിയാണെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുക, മാനസിക രോഗി അല്ലെങ്കിൽ അവനെ പിടിച്ച് ജയിലിലിടുക. ഇതൊക്കെ കാരണം വളരെ കൃത്യമായിട്ട് ചെയ്യട്ടെ, അല്ലാതെ ചുമ്മാ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മണിലാൽ എന്നോടൊപ്പം ചേരുന്നത് ബാലുശ്ശേരി എന്നാണ്. മണിലാൽ, അങ്ങയുടെ നാടിന്റെ അടുത്താണ് ഈ സംഭവമൊക്കെ കേട്ട് പുറത്തു വരുന്നത്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം എന്ന് താങ്കൾ മനസ്സിലാക്കുന്നത്? സത്യത്തില് ഈ ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഞാന് കുറെ നേരമായിട്ട് ഈ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്, ജനങ്ങളുടെ പ്രതികരണങ്ങള്. സത്യത്തിൽ നിരവധി മതവിഭാഗീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഇന്ത്യയിലുണ്ട്. ഇവയെല്ലാം തന്നെ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നു വിശദമായ അന്വേഷണം നടത്തി സത്യത്തിൽ ഏതൊക്കെ സംഘടനകളാണ് അതൊക്കെ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ആളുകൾ നിരോധിക്കുന്നുണ്ട്, കുറെ പേർക്കെതിരെ നടപടി എടുക്കുന്നുണ്ട്, അതൊക്കെ വരുന്നുണ്ടല്ലോ. ഞാൻ ചോദിച്ചത് ഈ കത്ത് നമ്മൾ കേരളത്തെ ഭയപ്പെടുത്തുന്ന ഒന്നാണോ അതോ ഇത് കത്തുകൾ ഇങ്ങനെ ഈ എന്താ പറയാ വളരെയധികം ആളുകൾ കത്തുകൾ എഴുതി പേടിപ്പിക്കുന്നുണ്ട്. അതിലൊന്നും പിന്നീട് അങ്ങനെ കാര്യമായ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇപ്പൊ ബോംബ് വെച്ച് ഭീഷണിപ്പെടുത്തുന്ന പോലെ അത്ര കണ്ടാൽ മതി എന്നാണ് താങ്കളുടെ അഭിപ്രായം. പക്ഷെ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ പറയുന്നത് കേൾക്കുന്ന കുറെ സമൂഹത്തിലുള്ള കുറെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഓക്കെ, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്നോടൊപ്പം പോത്തങ്കോട് നിന്ന് ചേരുന്നു. ഉണ്ണികൃഷ്ണനുമായിട്ട് സംസാരിച്ച് കുറേ ദിവസമായി. അപ്പോൾ അങ്ങേ കാണാനില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് കാണാത്തതെന്ന്. അപ്പോൾ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതായിരിക്കും ഞാൻ വിചാരിക്കുന്നല്ലേ, അതോ വല്ല തിരക്കിൽപ്പെട്ടോ? ഒരു തിരക്കുമല്ലേ, വിളിച്ചിട്ട് കിട്ടുന്നില്ല, ബെല്ലടിക്കും കട്ടായി പോകുന്നു, അതാണ് എടുക്കുന്നില്ല. ഞാൻ ഇവിടെ എത്ര വിളിച്ചിട്ട് എടുക്കുന്നില്ല. പിന്നെ ഇന്ന് ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടിയാലും വിളിക്കണമെന്ന് എനിക്ക് തോന്നി. ഇന്ന് താങ്കളെ ആയിട്ട് ഒന്ന് മീറ്റ് ചെയ്യണം, സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് വിളിച്ചല്ല, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചതല്ല. താങ്കളെ അതായത് വേറൊന്നുമല്ല, എന്റെ വീടിന്റെ പണി തുടങ്ങാൻ പോകുന്നു. സന്തോഷം. അപ്പൊ അന്ന് മരം വീണപ്പോ നമ്മൾ വല്ലാതെ വേദനിച്ചു. അത് അതിജീവിച്ച് പണി തുടങ്ങുകയാണ് അല്ലേ? നമ്മുടെ ഇവിടുന്ന് വിശാല വസ്തു വിറ്റ് സർക്കാരിൽ നിന്ന് ഒരു സഹായമൊക്കെ അന്ന് പറഞ്ഞെങ്കിലും കിട്ടിയില്ല. ഒന്നുമില്ല അങ്ങനെയുള്ള ഒരു സംഭവമല്ല. നമ്മൾ പഞ്ചായത്തിൽ നിന്നും അങ്ങനെയുള്ള യാതൊന്നുമില്ല. നമ്മളെ എല്ലാ അപേക്ഷകളും മാറ്റിക്കൊണ്ട് പോയല്ലാതെ ആരും തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഞങ്ങള് ഇവിടെ ഒരു 10 സെന്റ് വിറ്റാണ് ഇപ്പൊ വയ്ക്കാൻ പോകുന്നത്. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. എന്തായാലും പാലാച്ചി വിളിക്കുമ്പോ വരാതിരിക്കരുത്. പാലാച്ചി വിളിക്കുമ്പോ കൃത്യമായിട്ട് പങ്കെടുക്കണം. അവിടുന്ന് വരാൻ ഇവിടുന്ന് കഴക്കൂട്ടത്തുനിന്ന് വരാൻ വലിയ ദൂരമൊന്നുമില്ലല്ലേ, കൃത്യമായിട്ട് വരണം. പിന്നെ നമ്മളെ വിഷയത്തിലേക്ക് വന്ന ഇതൊരു ക്യാൻസറാണ്. ഇത് എത്ര മുറിച്ച് മാറ്റിയാലും ഇതിന്റെ പേര് എവിടെയെങ്കിലും കിടക്കും. പിന്നെ ഒരു കാര്യത്തിൽ മാത്രം സമാധാനിക്കാം, നല്ലൊരു ഡോക്ടറാണ് കേന്ദ്രത്തിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സമാധാനം മാത്രമേ ഉള്ളൂ. എന്തായാലും ആ ഡോക്ടർ മൂടോടെ പുഴയെടുത്ത് കളയും, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ ബിരുദന്മാരുടെ നിന്നൊക്കെ കരുതി ഇരുന്നോളാൻ പറയാൻ എനിക്ക് പറയും. ഇപ്പൊ തൽക്കാലം പറ്റൂ. ഭ്രാന്തായാലും കൊള്ളാം, വേറെ എന്തെങ്കിലും ആയാലും കൊള്ളാം, അതൊക്കെ കൈ ഇരിക്കത്തേ ഉള്ളവന്റെയൊക്കെ ആരെന്ത് പറഞ്ഞാലും. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ പാലുകാച്ചലിൽ നമുക്ക് കാണാം, നല്ല ഒരു വീട് അവിടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു വീട് എന്ന് പറയുന്നത് ഹോം
ഇസ് നോട്ട് മെയ്ഡ് ഓഫ് ബ്രിക്ക് അലോൺ, ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് ലവ് അലോൺ എന്നാണ്. അപ്പോൾ എ ഹോം ഈസ് നോട്ട് മെയ്ഡ് ഓഫ് ബ്രിക്ക് ആൻഡ് സ്റ്റോൺ ബട്ട് ലവ് അലോൺ എന്നുള്ള ആ പ്രയോഗം വരുമ്പോൾ ഒരു കല്ലോ മണ്ണോ അല്ല, അത് സ്നേഹമാണ് ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനമായ അടിത്തറ. അപ്പോൾ അതും കൂടി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുക. അപ്പോൾ ശ്രീമതി സഫീന എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. സഫീന സുൽഫിക്ക് എനിക്ക് ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ഗുഡ് ഈവനിങ് മാം. ഭർത്താവും ഒരുമിച്ചിരുന്നാണ് പൊതുവേദി കാണുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. സുനിൽകുമാർ സോമരാജിന് പിന്തുണ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രദീപ് പറഞ്ഞ് ശരിയാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്ദുൾ റഷീദിൻ്റെ പ്രതികരണം ഞാൻ ഒന്ന് ആഗ്രഹിക്കുകയാണ്. പാലക്കാട് നിന്ന് ശ്രീ അബ്ദുൾ റഷീദ്, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓക്കെ, ടെലിഫോൺ ലൈനിൽ എന്തോ പ്രോബ്ലം സംഭവിച്ചു. ജെയ്സൺ എന്നോടൊപ്പം ചേരുന്നു മാളയിൽ നിന്നാണ്. ശ്രീ ജെയ്സൺ. ഹലോ. ശ്രീ ജെയ്സൺ, ഈ ഇങ്ങനെ ഒരു ആശങ്ക, ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം, തീവ്രവാദം, ബോംബ്, കൈവെട്ടൽ, കൊലപാതകം, ഇത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. വികസിത ഇന്ത്യ കുതിക്കാൻ ആഗ്രഹിക്കുന്നത് ബഹിരാകാശത്തേക്കും അതിൻ്റെ അപ്പുറത്തേക്കുമുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഇപ്പോൾ നമ്മൾ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഇതാരാണ് ഈ ഇത്തരം ചിന്തകൾ വെച്ച് പുലർത്തുന്നത്? അങ്ങനെ ഉണ്ടോ? അതോ ഇതൊക്കെ വെറുതെ നമ്മളെ അസ്വസ്ഥപ്പെടുത്താൻ ഏതോ വികലമായ മനസ്സുകൾ ചിത്രീകരിക്കുന്ന ചെറിയ കത്തുകൾ മാത്രമാണോ? അതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇതിനൊക്കെ കുറെ ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്കുണ്ട്. കാരണം നമ്മുടെ നിയമ സംവിധാനങ്ങളാണ് ഇതിനകത്തൊക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ഇവർ നിസ്സാരവൽക്കരിക്കുകയാണ്. കാരണം നമ്മുടെ നിയമ സംവിധാനങ്ങൾ മാക്സിമം ഇതിനകത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഒരു ആക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ പറ്റും. ഗൗരവമായി എടുക്കണമെന്നാണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഗൗരവം ശക്തമായ നടപടികളാണ് ഇതിനൊക്കെ ഉണ്ടാവേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മുടെ രാജ്യം വിട്ട് വേറെ അറബ് കൺട്രിയോ മറ്റുള്ള കൺട്രികളാവട്ടെ ഒരാൾ ഇതേപോലെ ഒന്ന് പ്രതികരിച്ചാലില്ല, പിന്നെ അവൻ അവിടെ കാണില്ല, പിന്നെ അവൻ ഭൂലോകം കാണില്ല. അങ്ങനെയുള്ള നടപടികൾ നമ്മുടെ രാജ്യത്തില്ല എങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് തലപൊക്കി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതിന്റെ ഏറ്റവും തെളിവാണിത്. ഓക്കെ, വ്യക്തമാണ്. അപ്പം ശ്രീ ജയകുമാർ നമുക്കൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായതുകൊണ്ട് ഞാൻ ഹായ് പറയാണ്. ശ്രീ ജ്യോതി പുനലൂർ എന്നാണ് വിളിക്കുന്നത് അല്ലേ? പുനലൂർ സാറേ. അവിടെ എന്ത് മേഖലയിലാണ് അങ്ങ് പ്രവർത്തിക്കുന്നത്? ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്നു. റിട്ടയർ ചെയ്തു? അടുത്തിടയ്ക്ക് റിട്ടയർ ചെയ്തു. അപ്പൊ എന്താണ് വിഷയം, എന്തായിരുന്നു? എന്റെ കൊമേഴ്സ് ആയിരുന്നു സാറേ. കോമേഴ്സ് ടീച്ചറാണ്. ഓക്കെ. അതെ. അപ്പോൾ ഞാൻ ഏതായാലും ഒരു അധ്യാപകൻ്റെ ഒരു വാക്കുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ വലിയൊരു ഭാവിയുള്ള കുട്ടികളെ വളർത്തിയെടുക്കാനും ഒക്കെയാണല്ലോ അധ്യാപകരെല്ലാം ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ എങ്ങനെയാണ് ഇത്തരം ചിന്താഗതികൾ കടന്നു വരുന്നത്? ഇത് അസ്വസ്ഥചിത്തരായ ഒരു മനസ്സാണ് ഇതിന്റെ പ്രധാന വിഷയം. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ആണെങ്കിൽ 10 കുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 5 കുട്ടികൾ വളരെ അസ്വസ്ഥരായിട്ടോ, ഒന്നുകിൽ അവര് സാമ്പത്തികമായിട്ടോ ഇല്ലെങ്കിൽ മാനസികമായ അസ്വസ്ഥത അനുഭവിക്കുന്നവരോ ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ഉള്ള ആളുകളാണ് ഇങ്ങനെ ഈ രീതി ചിന്തിച്ചു തുടങ്ങുന്നത്. അല്ല, പക്ഷെ അവര് കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ തീവ്രവാദത്തിലേക്ക് പോകുന്നതെല്ലാം ഈ സൈസ് ഇങ്ങനെ ഈ ചിന്തിക്കുന്ന മനസ്സുള്ള ആളുകളാണ് തീവ്രവാദത്തിലേക്ക് പോകുന്നത്. കാരണം അവർക്കെല്ലാം അസ്വസ്ഥതയായിരിക്കും. അപ്പൊ ആ അസ്വസ്ഥത തീർക്കുന്നതിന് വേണ്ടി അവരിങ്ങനെ ആവശ്യമില്ലാതെ ഇവിടെ ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ ഇപ്പൊ കാശ്മീരിൽ നടന്ന സംഭവം തന്നെ ഒന്ന് ഓർത്ത് നോക്കുക. 2 പേര് വിചാരിച്ചപ്പോ എത്ര എണ്ണത്തിനെ കൊന്നത്. അപ്പൊ ഇതുപോലെ അസ്വസ്ഥരായ ഒരു സൈക്കോളജിക്കൽ ഫ്രസ്ട്രേഷൻ ആണ് ഇതിന്റെ വിഷയം. അത് ചിലപ്പോൾ ഒരു നിങ്ങൾ ഈ അധ്യാപകർ ഈ കുട്ടികളെ മതേതരത്വത്തിന്റെയും അതുപോലെ സ്നേഹത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും രാജ്യത്തിന്റെ പുരോഗതിയുടെയും കാര്യം ഒന്നും പഠിപ്പിക്കുന്നില്ലേ ഈ കോമേഴ്സിന്റെ കൂടെ? തീർച്ചയായിട്ടും പഠിപ്പിക്കുന്നുണ്ട് സാറേ. പക്ഷേ ഞാൻ പറഞ്ഞത് ബേസിക്കലി നമ്മൾ എന്ത് പഠിപ്പിച്ചാലും ആ കുട്ടിക്ക് അത് മനസ്സിലാവണമെങ്കിൽ അവന്റെ മനസ്സിലല്ലേ അത് മനസ്സിലാവേണ്ടത്. ഇപ്പൊ ഞാനൊരു ഭ്രാന്തനെ വിളിച്ച് രാവിലെ തൊട്ട് അവിടെ ഇരുത്തി A+B the whole square is equal to A square plus B plus B square എന്ന് പഠിപ്പിച്ചാല് ആ ഭ്രാന്തന് മനസ്സിലാവണമെന്നില്ല. ആളെ കൊല്ലാൻ എന്താ വഴിയെന്ന് ആലോചിക്കുന്നത് അല്ലേ? അതെ, അവൻ ചിന്തിച്ചോണ്ടിരിക്കുന്ന അവൻ വളരെ സൈക്കോളജിക്കലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അവൻ എപ്പോഴും എങ്ങനെ അവിടെ തന്നെ കൊല്ലാൻ പറ്റില്ല, വേറെ എങ്ങനെ നശിപ്പിക്കാം, അവന്റെ ഈ അസ്വസ്ഥത എങ്ങനെയെങ്കിലും എവിടെങ്കിലും തീർക്കണം, അവന് ആളെ കൊന്നായാലും എങ്ങനെയായാലും. അതിന്റെയൊക്കെ ഒരു സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ. ഇത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരുമ്പോഴും നമ്മൾ കൂടുതൽ ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറുമ്പോഴും ഇപ്പൊ കേരളം തന്നെ വികസനത്തിന്റെ ഒരു പാതയിലല്ലേ മാറുമ്പോ ഇങ്ങനെ ഇതെല്ലാം സംഭവിക്കാൻ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ഇത് നിസ്സാരമായിട്ട് നമ്മൾ കളയരുത്, ഇത് അന്വേഷിക്കണം. അധ്യാപകരായിട്ട് പറയുന്നത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അധ്യാപകര്
പിന്നെ ഒരു ഇതിനെ ഒരു നല്ല മനുഷ്യരാക്കുക എന്നുള്ളതാണ് മാർക്ക് 100% കിട്ടുന്നതിനേക്കാൾ അല്ലേ? അതെ അതെ. വിദ്യ യഥാർത്ഥത്തിൽ വിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജോലി. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തന്നെ ശരിക്കും മാറ്റി ഡിഫൈൻ ചെയ്യണം നമുക്ക്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി? ജോലി കിട്ടാൻ വേണ്ടിയുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളർത്താൻ വേണ്ടിയുള്ളതോ അല്ല, നല്ല മനുഷ്യരാക്കി കുട്ടികളെ വളർത്താൻ വേണ്ടിയുള്ള ആ രീതിയിൽ നമ്മൾ വിദ്യാഭ്യാസത്തിന് ഒരു ന്യൂ ഡെഫിനിഷൻ തന്നെ കൊടുക്കേണ്ടി. ന്യൂ ഡെഫിനിഷൻ അല്ല, അങ്ങനെ ഡെഫിനിഷൻ കൊടുത്ത് പഠിപ്പിക്കണം, ആ രീതിയിൽ വരണം. ശരി, അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ. അപ്പോൾ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യണം. നമ്മൾ നന്മയാണ് പ്രധാനം, ആത്യന്തികമായി നമ്മൾ കാണിക്കുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരു അധ്യാപകൻ്റെ വാക്കുകളാണത്. ഞാനിത് അദ്ദേഹത്തോട് ചോദിച്ചത് തന്നെ കേരളം ഇത് ഒരു അധ്യാപകനിൽ നിന്ന് കേട്ടോട്ടെ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ശ്രീജിത്താണ്, കോന്നിയിൽ നിന്ന്. ശ്രീജിത്ത്. ഹലോ, നമസ്കാരം. ശ്രീജിത്ത് ഏത് മേഖലയിലുള്ള ആളാണ്? ഞാനൊരു വർക്ക് ചെയ്ത ഒരാളാണ്. ഹലോ, കേൾക്കാം, പറയൂ. അത് ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് കോന്നിയില് ഗതാഗതം, അനധികൃത കച്ചവടങ്ങള്, അതുപോലെ അനധികൃത പാർക്കിംഗ് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് കോന്നി മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടാണ് സംഭവം ഉണ്ടാകുന്നത്. കാര്യം കോന്നി മെഡിക്കൽ കോളേജ് റൂട്ടില് കോന്നി ഫയർ സ്റ്റേഷൻ മുതല് മുരിങ്ങോകം വരെ അനധികൃത കച്ചവടങ്ങളും കാര്യങ്ങളും കാരണം ഭയങ്കര ഗതാഗത കുരുക്കുണ്ടാകുകയാണ്. അതുപോലെ PWD ഓഫീസിന് സമീപത്തൊക്കെ ഒരുപാട് കടകളൊക്കെ അനധികൃതമായിട്ട് ഉണ്ടാക്കിയാണ്. അവരോടൊക്കെ പരാതി കൊടുത്തപ്പോലെ ഒരു നടപടിയില്ല. അപ്പൊ അത് കാരണം ഇപ്പൊ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ പോലും കടന്നു പോകുന്നുണ്ട്. അവിടേക്ക് ആക്സിഡന്റ് ഒക്കെ ഒരുപാട് കട്ടറൊക്കെ ഉണ്ട്. ആക്സിഡന്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അത് ക്രമീകരിക്കാൻ എന്തെങ്കിലും ഒരു നടപടി, പരാതികളൊക്കെ കൊണ്ടൊരു നടപടിയില്ല. അതൊന്ന് ക്രമീകരിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. എല്ലാവരും വലിയ അപകടമൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം സന്തോഷ് കൂടി ചേരുന്നുണ്ട്, കാസർഗോഡ്. ശ്രീ സന്തോഷ്. സന്തോഷ്, കേൾക്കാമോ? ശ്രീ സന്തോഷ്, ഇത് ഈ കത്ത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. കാരണം 90% ഈ നാടിന് സമ്പത്ത് തരുന്നത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിലെ ജോലികൾ പക്ഷേ അവർക്കില്ല. 70% അവർക്ക് വേണം. അവരുടെ അധ്വാനമാണ് മറ്റുള്ളവർ തെരുവ് നായ്ക്കളെ പോലെ തട്ടിയെടുക്കുന്നത് എന്നൊക്കെയുള്ള പ്രയോഗങ്ങളാണ്. അപ്പോൾ ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ഉതകുമല്ലോ അല്ലേ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഇത് വർഗീയത കൂട്ടിയുറപ്പിക്കാനേ പറ്റുള്ളൂ. ഇത് ഒരു അന്വേഷണം വേണം, ശക്തമായ ഒരു അന്വേഷണം വേണം, ഒന്നാമത്. രണ്ടാമെന്ന് വെച്ചാൽ മുസ്ലിം ഇതര വിഭാഗത്തിലുള്ളവർ ഇത് കൊണ്ട് നടക്കരുത്. കാരണം ഇതിനൊരു മൈക്ക് കിട്ടി പ്രസംഗത്തില് വർഗീയതയ്ക്ക് കൂട്ടി ഉറപ്പിക്കരുത്. കാരണം വർഗീയതയെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അപ്പുറം എതിർഭാഗത്തുനിന്നും ഇതേ ശക്തമായ ഒരു ഇത് വരും. അപ്പൊ അന്വേഷണം മാത്രം മതി ഇതിന്. കാരണം ഇത് നമുക്കറിയാം, മൈക്ക് കിട്ടുമ്പം വിളിച്ചു പറയുന്നത് വർഗീയതയിലേക്കാണ്. ഈ വർഗീയത പറയുമ്പോഴുള്ള പ്രശ്നം സാറേ, ഈ എതിർഭാഗത്തുള്ളവർക്ക് വീണ്ടും വർഗീയതയിൽ ശക്തി കൂടുകയുള്ളൂ. കാരണം അവര് അവരുടെ ആ വിഭാഗം മൊത്തം ഒന്നിക്കുന്ന ഒരു അവസരത്തിലേക്ക് വരും ഇത് ഒരു വർഗീയത വരുമ്പോൾ. വ്യക്തമാണ്. അപ്പോൾ ഇത് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ഥിര പ്രേക്ഷകനാണല്ലോ സന്തോഷം, നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്നോടൊപ്പം ചാക്കോ ആൻ്റണി ചേരുന്നത് തിരുവല്ലയിൽ നിന്നാണ്. ശ്രീ ചാക്കോ ആൻ്റണി, ഇത് നോക്കൂ, ഇതിലെ കത്തിലെ ഒരു വാക്ക് തൃശ്ശൂർ ടൗണിലെ അങ്ങ് തിരുവല്ലയിൽ നിന്നാണ്. പക്ഷേ ഇത് തൃശ്ശൂർ ടൗണിലെ ലൂർദ് മാതാ പള്ളി, വയനാട്ടിലെ RC പള്ളി, ഇതെല്ലാം ഖബർസ്ഥാൻ കയ്യേറി നിർമ്മിച്ച സ്ഥലങ്ങളാണ്, അതെല്ലാം തിരിച്ചു തരണം എന്നൊക്കെയുള്ള തരത്തിലുള്ളൊരു പ്രയോഗം ഒക്കെ ആണ് ഈ കത്തിൽ വരുന്നത്. ഇത് വലിയ തോതിലൊരു സാമൂഹ്യ സ്പർദ്ധയ്ക്ക് വഴിവെക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് തന്നെ എഴുതിയതല്ലേ? അതെ 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 സാറേ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. സാറ് പറഞ്ഞത് ഇത് ഒരു മനോരോഗിയുടെ കത്തല്ല സാറേ. ഇത് മനോരോഗിയുടെ അല്ല, നമ്മൾ ആഗോള തലത്തിൽ പരിശോധിക്കണം. അതായത് ഇസ്ലാമിക പക്ഷത്തു നിന്ന് ഇത്തരത്തിലുള്ളതായ കത്തുകൾ, ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഫണ്ടമെന്റലായിട്ട് അവരുടെ മതത്തിന്റെ പ്രമാണത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ ഇത് വെറുതെ നമ്മൾ ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിന്റെ ഉപരിതലത്തിൽ നിന്നുകൊണ്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പൊ ഈ വിഷയം ഇവിടെ നടക്കുമ്പോൾ തന്നെ ഞാൻ നോക്കിയിട്ട് ഈ ന്യൂസ് 8 ആണ് ഈ വിഷയം ഇപ്പം വളരെയധികം വിശദമായ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ മാധ്യമങ്ങൾ, പല മാധ്യമങ്ങളും അത് മനഃപൂർവ്വം തമസ്കരിച്ചതായിട്ട് വരുന്നത്. എല്ലാ മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ തന്നെ ഇതിന് ഓൺലൈൻ സൈറ്റിൽ പലതിലും കണ്ടു. പിന്നെ ഞാനിത് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇത്തരം പ്രവണതകൾ നമ്മുടെ നാടിനെ വല്ലാതെ ഒരു മോശം സാഹചര്യത്തിലാക്കുമെന്ന വലിയ ഒരു ആശങ്കയുണ്ട്. മറ്റതൊക്കെ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ പരിഹരിക്കാവുന്ന വിഷയമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗൗരവം കൊടുത്തു എന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇതിന് മതത്തിന്റെ ചാലകശക്തി, മതത്തിന്റെ അടിത്തറ നിന്നുകൊണ്ടാണ്
ഇവരിത് കത്ത് എഴുതിയെന്നുള്ളതിന് ഞാൻ ഒന്ന് രണ്ട് തെളിവ് അങ്ങേക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അങ്ങനെ കേൾക്കും. അതായത് ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതിനെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഞാനൊരു ഹദീസ് വായിക്കാം. ഇസ്ലാമിക മത സ്ഥാപകനായ മുഹമ്മദ് നബിയുടെ നബിവചന സമാഹാരങ്ങളിൽ ആധികാരികമെന്ന് ഇസ്ലാമിക ലോകം പറയുന്ന ബുഖാരിയിലും മുസ്ലിമിൽ എഴുതിയിരിക്കുന്നതായ ഹദീസാണിത്. മുസ്ലിം 1154 പറഞ്ഞിങ്ങനെയാണ്, ഉമർ അബ്ദുൽ ഖത്താബിൽ നിന്ന് നബി പ്രഖ്യാപിക്കുന്നതായി അദ്ദേഹം കേട്ടു, ജൂതരെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് നിശ്ചയം ഞാൻ പുറത്തു കിടത്തും, മുസ്ലിമിനെ അല്ലാതെ ഞാൻ അവിടെ ജീവിക്കുവാൻ അനുവദിക്കുന്നതല്ല. ഇത് നബിയുടെ വചനമാണിത്. മനസ്സിലായോ? അല്ല, അത് നമ്മളിപ്പോ ശ്രീ ചാക്കോ, ഏകദൈവ വിശ്വാസമുള്ള എല്ലാ വിഭാഗങ്ങളും അവരുടെ താണ് യഥാർത്ഥ ദൈവം എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ. അതുകൊണ്ടാണല്ലോ അത് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്. സ്വാഭാവികമായ ഗ്രന്ഥങ്ങളിൽ അവരെ മാത്രം ആയിരിക്കാം അഡ്രസ് ചെയ്യുന്നത്. പക്ഷേ ഒരു പൊതുസമൂഹത്തിൽ അവർക്ക് അറിയാം ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പ്രത്യേക സാഹചര്യത്തിലൊക്കെ വന്നിട്ടുള്ള ചില ആശയങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ സാറേ, ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് എങ്ങനെയാണ്? അത് അതായത് ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അവരെ വെട്ടിയത്. അപ്പൊ ഇതിനൊക്കെ മതത്തിന്റെ പിടിയുണ്ട്. നമ്മൾ അവിടെ കൂടെ ചിന്തിക്കണം. അതുകൊണ്ട് 6-ാം നൂറ്റാണ്ടിൽ നടന്നതായ 6-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതായ ഗ്രന്ഥത്തെ ഇവർ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര ഈ രീതിയിൽ. ഞാൻ ചോദിക്കട്ടെ, ആ കത്തിനകത്ത് ക്രൈസ്തവരെ മാത്രമല്ല, ഇപ്പം താമരശ്ശേരി ബിഷപ്പിനെയോ ഈ പള്ളുരുത്തിലെ സ്കൂളിനെ മാത്രമല്ല മറ്റ് സകലം നശിപ്പിക്കണമെന്ന് ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് ഈ ഹദീസാത്ത് എഴുതി വെച്ചിരിക്കുന്ന പക്ഷേ എന്നെ എനിക്ക് തോന്നുന്നത് ഇതേ ഈ ദൈവവചനങ്ങൾ വായിച്ചാണല്ലോ നൂറുകണക്കിന് മനുഷ്യർ സ്നേഹവും കരുണയും സഹായവും ഒക്കെയായി വരുന്നത്. അപ്പോൾ അവർക്ക് ഏതാണ് വേണ്ടതെന്ന് നോക്കി തിരഞ്ഞെടുക്കാനുള്ളൊരു ഇത് മനുഷ്യനുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് നോക്കിയാൽ പല തീവ്രമായി അല്ലെങ്കിൽ വളരെ അടുത്ത മതത്തെ ആശ്രയിക്കുന്നവരൊക്കെ, വളരെ അധികം സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരൊക്കെ ഒരുപാട് സേവന പ്രവർത്തനങ്ങളിൽ, കാരുണ്യ പ്രവർത്തനങ്ങളിൽ. എങ്കിൽ സാറേ, ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യാം, ഈ ഇസ്ലാമിനകത്ത് ഈ മറ്റിതരരെ ഇസ്ലാം ഇതരായിട്ടുള്ള മതവിശ്വാസത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഇവരോട് ചോദിച്ചാൽ സാറിന് അറിയാവോ? ഒന്ന് പറയാവോ? ക്രൈസ്തവരെയും യഹൂദന്മാരെ സ്നേഹിക്കണം എന്ന് പറയുന്ന ഒരു വാക്കൊന്ന് പറ. അല്ല, അങ്ങനെ ഇപ്പൊ എടുത്തു പറഞ്ഞോന്ന് എനിക്കറിയില്ല. പക്ഷെ പൊതുവെ മനുഷ്യരെ സ്നേഹിക്കണമെന്നല്ലേ ഈ ഖുർആൻ പഠിപ്പിക്കുന്നത്? എങ്ങനെ? പൊതുവെ എല്ലാവരെയും സ്നേഹിക്കുക എന്നല്ലേ എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത്? സാറേ, അത് സാറും സാധാരണക്കാരായ ആളുകളൊക്കെ അങ്ങനെ ധരിച്ചു വെച്ചിട്ട് അങ്ങനെയല്ല സാറേ. അതുകൊണ്ട് അതല്ലല്ലോ ഇപ്പൊ ഈ ആഗോളതലത്തിൽ നടക്കുന്നത്. നോക്ക്, നൈജീരിയയിലൊക്കെ എന്താണ് കാണുന്നത്? ഇതെല്ലാം മതത്തിന്റെ അടിത്തറയിൽ നിന്നാണ് ചെയ്യുന്നത്. കൈവെട്ടുന്നതിന്റെ പേരിൽ മതത്തിന്റെ അടിത്തറ, അതുപോലെ തന്നെ ഈ ആഗോളതലത്തിൽ നടക്കുന്ന സകലവിധ ആക്രമണങ്ങളുടെ പേരിൽ മതത്തിന്റെ അടിത്തറയാണ്. അല്ലാതെ വെറുതെ നിസ്സാര കാര്യങ്ങളുടെ പേരിലല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന കത്തെന്ന് പറയുന്നത് കേവലം ഒരു മനോരോഗത്തിൽ നിന്നുണ്ടായ കത്തല്ല. അതിന്റെ പിന്നിൽ ഫണ്ടമെന്റൽ ആയിട്ട് മതത്തിന്റെ അടിത്തറയുണ്ട്. ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ് പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങളെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ കത്ത് അങ്ങനെ വന്നത്. അതുകൊണ്ട് ആ രീതിയിൽ അത് ചർച്ചയ്ക്ക് വിധേയപ്പെടുത്തണം. ഓക്കെ, ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. എന്നോടൊപ്പം ന്യൂയോർക്കിൽ നിന്ന് നമ്മുടെ പ്രദീപ് ചേരുന്നുണ്ട്. ശ്രീ പ്രദീപ്, നമസ്കാരം. മിസ്റ്റർ മനു, നമസ്കാരം. കുറച്ച് നമുക്ക് മുന്നിൽ സംസാരിച്ച ശ്രീ ചാക്കോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ഇത് മതപരമായ ഒരു പിന്തുണ ഇതിന് ലഭിക്കുന്നു. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇത്തരം കത്തുകളൊക്കെ ആളുകൾ എഴുതുന്നത്. ആ വിശ്വാസമാണ് ഇവരെ ഇങ്ങനെ. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും ഒക്കെ ആക്ഷേപമായി വരുന്നത് ഇതേ മതഗ്രന്ഥങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് വ്യക്തിയുടെ കുഴപ്പമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മിസ്റ്റർ മനു, എനിക്ക് തൊട്ട് മുന്നേ പറഞ്ഞ ആ വ്യക്തി പറഞ്ഞത് 100ക്ക് 110% സത്യമാണ്. അത് അറിയണമെങ്കിൽ ഓരോ ഗ്രന്ഥങ്ങളും വെറുതെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചൊരു വ്യക്തിയാണ്. 21 അച്ഛന്മാരും ബിഷപ്പും കൂടെ ചേർന്നാണ് എന്റെ വിവാഹം നടന്നത്. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് കുട്ടികൾ ജനിച്ച സമയത്ത് ഞാൻ എന്റെ കുട്ടികളെ ഒരിക്കലും മതപഠനം ആ പള്ളിയിൽ നടത്തിയിട്ടില്ല. പിന്നെ ഞാൻ ഗ്രാജുവലി അവരെ മതിയാക്കി ഒരു 18 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് എന്ത് മതം വേണമെങ്കിൽ തീരുമാനിക്കട്ടെ എന്ന് വിട്ടു. അത് കാരണം നിങ്ങൾക്കൊരു നല്ല കുട്ടികളെ ഫ്യൂച്ചറിൽ അടുത്തൊരു ജനറേഷൻ ഉണ്ടാക്കണമെങ്കിൽ മതം ഒരിക്കലും പഠിക്കാൻ പാടില്ല. അത് ഒന്നിന്റെയും. നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം എല്ലാവരുടെയും മനസ്സിനകത്തും തലയ്ക്കകത്തും ഒരുപാട് കയറിപ്പോയി. അവർ എവിടെന്നോ വന്ന മതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെ 2 കൈ നീട്ടി സ്വീകരിച്ച മതമാണ് ഹിന്ദുമതം. ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഹിന്ദുമതത്തിന്റെ ഹൈന്ദവ സംസ്കാരത്തിന്റെ വേണ്ടിയാണ് ഞാൻ കൂടുതൽ സംസാരിക്കാറുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, വന്ന മതങ്ങൾക്ക് 2 കൈ നീട്ടി സ്വീകരിച്ച് ഇവിടെ ഇരുത്തി. പക്ഷെ വാടകയ്ക്ക് വന്ന് ഒരു മുറിയെടുത്ത് താമസിച്ചവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ നാടിനെ നശിപ്പിക്കാൻ തുടങ്ങി. വേറൊരു കാര്യം, വളരെ വിഷമത്തോടെ ഒരു കാര്യം പറയാൻ, രാജൻ കുറച്ചു നാളുകൾക്ക് മുമ്പ് അവരുടെ ഖുറാനിലുള്ള ഒരു വചനം പറഞ്ഞപ്പോൾ രാജനെ നമ്മുടെ കിരൺ ബാൻ ചെയ്തു.
ഇനി സംസാരിക്കില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ് ആയിരുന്നു. അതാണ് പറഞ്ഞത്, നമ്മുടെ ഇവിടെ പാർഷ്വാലിറ്റി കൂടുതലാണ്. അവർ തെറ്റുകൾ ചെയ്താൽ പോലും വിമർശിക്കുന്നില്ല രാഷ്ട്രീയക്കാര്. ഒരു പക്ഷം പിടിച്ച് സംസാരിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? അവർക്ക് നിങ്ങൾ നല്ലൊരു വളക്കൂറുള്ള മണ്ണുണ്ടാക്കി കൊടുക്കുകയാണ്. അവർ തുടക്കത്തിൽ തന്നെ ഇത് നിർത്തിയിരുന്നുവെങ്കിൽ ഇതെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയക്കാർ നിങ്ങൾ നോക്കൂ, ഒരു സൈഡിലല്ലേ നിൽക്കുന്നത്. ഇന്ന് സംസാരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാരുണ്ടോ? ഇന്ന് ഈ സ്ഥിരമായി ഇവിടെ വിളിച്ച് സംസാരിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള വളരെയധികം വായ്ത്താരി അടിക്കുന്ന ഏതെങ്കിലും ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ ഇന്ന് വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കും താങ്കൾ നോക്കുന്നുണ്ടോ? പിന്നെ കൃഷ്ണൻകുട്ടി അടുത്ത് ഫോണിൽ വെയിറ്റ് ചെയ്യാണ്. ശ്രീ കൃഷ്ണൻകുട്ടി കേൾക്കുന്നുണ്ടോ? ചോദിക്കണം. ഇനി ഞാൻ ഒരുപാട് നമസ്കാരം മിസ്റ്റർ കൃഷ്ണൻകുട്ടി സാർ, സുഖമെന്ന് വിശ്വസിക്കുന്നു താങ്കളോട്. ആശയപരമായി നമ്മൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഞാൻ ഈ വർഷങ്ങളായിട്ട് 10-22 വർഷം വിദേശത്ത് നാടിച്ചത് എനിക്ക് എന്റെ സ്വപ്നം എന്താണെന്ന് അറിയാമോ? എന്റെ നാട് നന്നാവണമെന്നും എന്റെ നാട് ഏറ്റവും അധികം വന്ന് ഒരു പ്രാവശ്യം എന്റെ അടുത്ത തലമുറയിലെ കുട്ടികൾ ഒരു പ്രവാസിയായി എന്റെ മനസ്സിലെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇടതുപക്ഷത്തെയും വിമർശിക്കുന്നത്. അല്ലാതെ വ്യക്തിപരമായി എനിക്ക് ഒരു വ്യക്തികളോടും വൈരാഗ്യമുള്ളതോ ദേഷ്യമുള്ളതോ കൊണ്ടല്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കുന്നു മിസ്റ്റർ മനു. കുറച്ച് ദിവസം 2-3 ദിവസത്തിന് മുമ്പ് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രാഷ്ട്രീയ അന്ധത എന്ന നിലയിൽ പൊട്ടനെന്ന് പറഞ്ഞു. ബേസിക്കലി ഞാൻ ഉദ്ദേശിച്ചത് ആ രാഷ്ട്രീയ അന്ധത നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലേ, കാണുന്നില്ലേ? എനിക്ക് മനസ്സിലായി. അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പൊട്ടൻ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് ബുദ്ധി കുറഞ്ഞ ആളുകൾ എന്ന തരത്തിൽ, അല്ലെങ്കിൽ മണ്ടന്മാർ എന്ന അർത്ഥത്തിലാണ് കേരളത്തിൽ പൊതുവെ പ്രയോഗിച്ചു വെക്കുന്നത്. അതിൻ്റെ ഡിക്ഷണറി മീനിങ് ഞാൻ നോക്കിയില്ല. പക്ഷേ ഞാനത് അങ്ങ് പറഞ്ഞത് അങ്ങ് ഉദ്ദേശിച്ചിട്ടല്ല. അങ്ങ് ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കില്ല ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മുടെ ഈ പൊതുവേദിയുടെ പ്രേക്ഷകരിൽ ദിവ്യാംഗമുള്ള നിരവധി ആളുകളുണ്ട്. അപ്പോൾ അവരെ അത് ചെറുതായി അവർക്കൊരു സങ്കടം വന്നു. അപ്പോൾ അവരത് അതിജീവിക്കും. അവരതിനേക്കാൾ വെല്ലുവിളികൾ അതിജീവിച്ചു. അത് കേട്ടത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് കാസർഗോഡുള്ള സന്തോഷ്, പിന്നെ ഒരു തൃശ്ശൂരുകാരൻ, പിന്നെ പക്ഷേ രാഷ്ട്രീയമായി ഉള്ള ഇതുകൊണ്ട് അതിനകത്ത്. പക്ഷെ അതിന്റെ യഥാർത്ഥ കാര്യം ഞാൻ തൊട്ട് താഴെ വന്ന ഉടനെ തന്നെ അപ്പോളജൈസ് ചെയ്തു. കാരണം ഒരു വ്യക്തിക്ക് എന്റെ ഒരു വാക്ക് വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ റിയലി ഐ ആം അപ്പോളജൈസ് ബോട്ടം ഓഫ് മൈ ഹാർട്ട്, ഞാൻ ഉടനെ തന്നെ പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശക്തമായി വിമർശിക്കും. ഞാൻ മോദി ഭക്തനാണ്, മോദി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങൾ മോദിയെ വിമർശിക്കണം. കാരണം നമ്മൾ മോദിയെ വിമർശിക്കണം, പിണറായി വിജയനെ വിമർശിക്കണം. എങ്കിൽ മാത്രമേ അവരെല്ലാം നമ്മളെ ഭരിക്കാൻ വേണ്ടി നമ്മൾ ഏർപ്പെടുത്തിയ ആൾക്കാരാണ്. അവരുടെ തെറ്റ് നമ്മൾ എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് അങ്ങ് നീങ്ങി പോകുന്നതുകൊണ്ടാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ ഞാൻ കൃഷ്ണൻകുട്ടി മണിമല്ലിയിലേക്ക് വരാം. എന്താണെന്നറിയാമോ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. അനഘ ഗുഡ് ഈവനിങ് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ത്രോട്ട് ഇൻഫെക്ഷനാണ്. അപ്പോൾ ശ്രീ അനഘയ്ക്ക് തൊണ്ട പ്രശ്നമാണ്. അപ്പോൾ ഇവിടെയും കുറച്ച് പേർക്ക് തൊണ്ട പ്രശ്നമാണെന്നും പറയുന്നത്. അപ്പോൾ ഈ തൊണ്ടയിൽ ഇപ്പോൾ ഒരു കരകരപ്പ് വരുന്നത് ഇപ്പോൾ ഒരു പടരുന്നൊരു സാധനമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സൗണ്ട് ശരിയായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മാത്രമല്ല, ഈ തൊണ്ട പ്രശ്നം സാധാരണഗതിയിൽ നമ്മൾ ചെറിയ മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് മാറുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ സാധനം കുറച്ചും കൂടി കാലം നിൽക്കുന്നു എന്നൊരു സംശയമുണ്ട്. ഞങ്ങളുടെ 1-2 പ്രധാനപ്പെട്ട ആങ്കർമാർക്കൊക്കെ ഇതുപോലെ തൊണ്ട പ്രശ്നമാണെന്ന് പറഞ്ഞ് എന്നോടൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനഘ ഏതായാലും വളരെയധികം ശ്രദ്ധിക്കണം. ഡോക്ടറെയൊക്കെ കാണുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നല്ല മരുന്നൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുക. പിന്നെ തൊണ്ട ഉണ്ടാകുമ്പോൾ വോയിസ് റെസ്റ്റ് ഒരു വലിയ പ്രധാന ഘടകമാണ്. ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യുക, ഇതൊക്കെ സ്വാഭാവികമായി എല്ലാവർക്കും അറിയുന്നതാണ്. ഏതായാലും അനഘയ്ക്ക് തൊണ്ടവേദന എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പൊതുവേദി പ്രേക്ഷകർക്ക് ഒരു വിഷമമുള്ള വിഷയമായി മാറുകയാണ്. അപ്പോൾ രമാ ജയൻ എന്നോട് പറയുന്നത് നമ്മുടെ മാഷ് ജ്യോതി സാറ് പറഞ്ഞ പോലെ ശരിയാണ്, നല്ല മനുഷ്യരാകാനാണ് നമ്മളൊക്കെ വിദ്യാഭ്യാസം വേണ്ടത് എന്ന് പറയുന്നു. ഇപ്പോൾ യേശുദാസ് പാടിയ പാട്ടൊക്കെ അവർ ഓർത്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. ജയകുമാറുണ്ട്, സുനിൽകുമാറുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല ഈ കത്തിനെ കാണുന്നത് എങ്ങനെയാണ്? നമസ്കാരം. നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായമുള്ള ജനാധിപത്യ ഡെമോക്രാറ്റിക് കൺട്രിയാണ് അമേരിക്ക. അതുകൊണ്ട് ഡെമോക്രാറ്റിക് ആയിട്ട് 10-250 കൊല്ലമായി. നമ്മളാണെങ്കിൽ 75 കൊല്ലമേ ആയുള്ളൂ. നമ്മുടെ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ വളരെ ശിശുവാണ്. അപ്പൊ അതിനിടയിൽ നമ്മൾ കണ്ടുവരുന്നത് എന്തെന്ന് വെച്ചാല് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമ്മൾ എന്റെ ശ്രീ കൃഷ്ണൻകുട്ടി അങ്ങ് 1947 സ്വാതന്ത്ര്യം കിട്ടിയ കഥ ഇനി പറയില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ കത്ത് നമ്മളെ ഭയപ്പെടുത്തണോ വേണ്ടയോ? അതിന്റെ കാര്യം പറയണമെങ്കിൽ 47 തൊട്ട് പറഞ്ഞു തുടങ്ങിയ തീരില്ല. വേറെ തങ്കച്ചൻ കേവൈ നിൽക്കുന്നുണ്ട്, പലരും നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തീർക്കാം. അതുകൊണ്ടാണ് വേഗം നമ്മൾ ചെയ്തത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 1 കൊല്ലം തികയുന്നതിന് മുമ്പേ നമ്മൾ നമ്മുടെ രാഷ്ട്രപിതാവിനെ വധിച്ചു. അതൊരു ഭീകരപ്രവർത്തനമായിരുന്നില്ലേ? നമ്മൾ പള്ളി പൊളിച്ചു കളഞ്ഞു, ഭീകരപ്രവർത്തനമായിരുന്നില്ലേ? ഗുജറാത്തിൽ എത്രയോ ആയിരങ്ങളെ കൊന്നു, ഭീകരപ്രവർത്തനമല്ലേ?
മണിപ്പൂരിൽ നടന്നു. അല്ല, അത് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് ഈ കത്ത് എഴുതിയതൊന്നും തെറ്റില്ല, വേണമെങ്കിൽ ഇവർക്കും അങ്ങോട്ട് തന്നെയാ വരുന്നത്, ധൃതി വെക്കാതെ. ഇന്ത്യൻ സമയമില്ലെന്ന് ഇതൊരു ടെലിവിഷൻ ഷോ അല്ലേ, ആളുകൾ ഇങ്ങനെ കാത്തിരിക്കില്ലേ? അങ്ങ് 1947 മുതലുള്ള സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. എനിക്ക് 2 മിനിറ്റ് കൂടുതൽ വേണ്ടെന്നേ, എനിക്ക് 2 മിനിറ്റ് കൂടുതൽ വേണ്ട. ശരി. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ വധിച്ചില്ലേ? രാജീവ് ഗാന്ധിക്ക് ജീവൻ നഷ്ടമായില്ലേ? ഇവിടെ തൊടുപുഴയില് മാഷിന്റെ കൈവെട്ടിയില്ലേ? ഇങ്ങനെ വന്ന് നമ്മൾ ഏത് വഴിക്കാ പോകുന്നേ? അക്കൂട്ടത്തിൽ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു ഈ കാഫറുകളെ കൊന്നു കഴിഞ്ഞാല് സ്വർഗത്തിൽ പോകാമെന്ന്. അത് വിശ്വസിക്കുന്ന കുറെ ആൾക്കാര്. പിന്നെ കുറെ ആൾക്കാർ പറയുന്നു ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ളവര് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളാണെന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. ഇങ്ങനെ ശത്രുക്കളെ സൃഷ്ടിക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മുടെ ഡെമോക്രസി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നേരിടാമെന്നുണ്ടെങ്കിൽ ഈ മതങ്ങളുടെ പിടി നമ്മൾ കുറയ്ക്കണം സമൂഹത്തിൽ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ കത്തിനെതിരെ കർശന നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഈ കത്തിനെതിരെ തീർച്ചയായിട്ടും എന്തുകൊണ്ട് കർശന നടപടി ഉണ്ടാവില്ല? തീർച്ചയായിട്ടും ഉണ്ടാവും. അത് അന്വേഷിക്കേണ്ടത് കേരളത്തിലെ പോലീസ് മാത്രമല്ല, നമ്മുടെ നാഷണൽ ലെവലുള്ള ഏജൻസികളും കൂടെ അന്വേഷിക്കണം ഇതെങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന്. ഒരുപക്ഷെ ഇതിന്റെ പിന്നിൽ കുറെ ആൾക്കാരുണ്ടാവാം. അല്ലെങ്കിൽ രണ്ടാമത്തെ എന്റെ ചോദ്യം, കേരളം ഇത്തരം ആളുകൾക്ക് ഒരു സേഫ് സോൺ ആണ് എന്ന് ആരോപിക്കുന്നവരോട് ശ്രീ കൃഷ്ണൻകുട്ടിയുടെ മറുപടി എന്താണ്? അതിന് മറുപടി വരാൻ നമുക്ക് ചരിത്രം നോക്കിയാൽ പോരെ. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വർഗീയ കലാപങ്ങളും ഇതുപോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സ്ഥലമാണല്ലോ കേരളം. ഇന്ത്യയിൽ ജനസംഖ്യ കുറഞ്ഞ ഒരു സംസ്ഥാനമല്ലേ കേരളം? പക്ഷെ ഇവിടെ നമുക്ക് നാദാപുരമുണ്ട്. കേരളം വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ? കേരളത്തിൽ ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ഇത് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സംസ്ഥാനം കേരള. അതിന്റെ കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ ശക്തമായതുകൊണ്ടും ഈ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടുവാ. ഇതുപോലുള്ള കാര്യങ്ങളെ ഒന്നും ടോളറേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി കമ്മ്യൂണിസ്റ്റുകൾക്കും ഇല്ല, ഇടതുപക്ഷത്തിനും ഇല്ല, ഭരിക്കുന്ന സർക്കാരിനും ഇല്ല, പിണറായി വിജയനും ഇല്ല. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് ടോളറേറ്റ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. നമ്മൾ എല്ലാവരോടും ചേർന്ന് ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയും വേണം, അന്വേഷണം ത്വരിതപ്പെടുത്തുകയും വേണം. അത് കേരള ലെവലിലും സംസ്ഥാന ലെവലിലും ഇന്ത്യയുടെ ഏജൻസികളും അന്വേഷിക്കണം. യാതൊരു കാരണവശാലും ഇതൊക്കെ പറയുമ്പോഴും ചില ആളുകൾ ഇതൊക്കെ പറയുമ്പോൾ അവർ ഈ മാഷാള്ള സ്റ്റിക്കർ എഴുതി കൊണ്ടുവന്ന് മറ്റേ കൊലപാതകം നടത്തിയതിന് പിന്നിൽ CPM-കാരാണെന്ന് കണ്ടെത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും പോട്ടെ, പല ആക്രമണങ്ങൾക്ക് ശേഷം അത് ഹിന്ദു മുസ്ലിം തർക്കമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയതിന്റെ ഇതുപോലുള്ള കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ആരാണെങ്കിലും വെറുതെ വിടാൻ പാടില്ല, ആരാണെങ്കിലും. ശരി, ഓക്കെ, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. തങ്കച്ചൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. തങ്കച്ചൻ കോട്ടയത്ത് നഗരത്തിൽ നിന്നാണോ വിളിക്കുന്നത്? അല്ലല്ല, ഗ്രാമപ്രദേശം സാർ. അതെ, സ്ഥലത്തിന്റെ പേര്? കൂരാലി. ഞാൻ ആ ഒരു പ്രത്യേക സ്ഥലം എന്താണെന്ന് ചോദിക്കുന്നതുകൊണ്ട് വേറെ ഒന്നുമില്ല. ആ ഒരു സ്ഥലം പിന്നെ അവിടുത്തെ ജനങ്ങൾ എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈരാട്ടുപേട്ടയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കത്താണ് ശ്രീ തങ്കച്ചൻ. അത് അവിടെ നിന്ന് ഇങ്ങനത്തെ കത്തുകൾ വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് സാറേ. നമ്മുടെ ഈ അന്നത്തെ MLA ആയിരുന്ന PC ജോർജ് തോൽക്കാൻ കാരണം മുസ്ലിം തീവ്രവാദികൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നതിന്റെ പേരിൽ PC ജോർജിന് അവിടെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാൻ തോൽപ്പിച്ച്. തീർച്ചയായിട്ടും അവിടെ തീവ്രവാദികൾ, ഞാൻ ഈരാട്ടുപേട്ടയ്ക്ക് 10 കിലോമീറ്റർ താമസിക്കുന്നത്. എനിക്ക് ഈരാട്ടുപേട്ടയ്ക്ക് ബന്ധമുള്ളതാണ്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിമിനെതിരെ സംസാരിക്കാനോ മുസ്ലിമിനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒറ്റക്കെട്ടായി നമ്മളെ ആക്രമിക്കുന്നു. അല്ല, എന്തിനാണ് നമ്മൾ പോയി മുസ്ലിങ്ങൾക്കെതിരെ പോയി സംസാരിക്കേണ്ടത്? അവരവിടെ ഇരുന്നോട്ടെ. നമ്മളൊരു വ്യവസായ രംഗത്ത് പോയി നമ്മളൊരു ഹിന്ദു ആണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ വ്യവസായ രംഗത്ത് അവരെ ഒറ്റക്കെട്ടായി അവരെ നിൽക്കും ആ മുസ്ലിങ്ങൾ. അതുപോലെ തന്നെ ഞാൻ കുറെ നാൾ കൊല്ലത്ത് ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അവിടെയാണല്ലോ മുസ്ലിങ്ങളുടെ കോട്ടയാണ്, മുഖത്തലയ്ക്ക് താഴെ ഒരു സ്ഥലത്ത്. ഞാനൊരു 4 വർഷം അവിടെ ഒരു മില്ലിൽ പണിയെടുത്തിരിക്കുന്ന ആളായിരുന്നു. അവിടെ നമുക്കറിയാം, നമ്മളിപ്പോ കളികൾ ക്രിക്കറ്റ് കളി ഉണ്ടെന്ന് പറയുമ്പോൾ അവര് പറയുന്നത് നമ്മളുടെ കളിയുണ്ട്, പാകിസ്ഥാൻ കളികളൊക്കെ അത്തരം ഞാൻ കേട്ടിട്ടുണ്ട്. കേൾക്കില്ലുള്ളൂ അങ്ങനെയൊക്കെ സംഭവങ്ങൾ പലതും ആരോപിക്കുന്നതല്ലേ, പാകിസ്ഥാനെ അനുകൂലിക്കുന്നതൊക്കെ. ഞാൻ ഇന്നുവരെ അങ്ങനെയൊന്നും ആരെയും ചെയ്യുന്നത് കണ്ടിട്ടില്ല കേട്ടോ. ഉണ്ട് സാറേ, ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ ഇപ്പൊ പറഞ്ഞ സ്വന്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളില്ല. ഞാൻ ഇതേപറ്റിയായിട്ട് ബന്ധപ്പെടുന്ന അടിപരമായ ബന്ധങ്ങളൊക്കെ ബന്ധപ്പെടുന്ന ആളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്കറിയാം ഇവരുടെ ഓരോ തീവ്രവാദികൾ അത് നിസാരപ്പെട്ട തീരാത്തപ്പെട്ട കാര്യം. അവിടെ ഈ ഞാനിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ഇത് ചോദിച്ചത്. അപ്പോൾ അവിടെ ഈ പോലീസോ ഇതോ റെയ്ഡോ അല്ലെങ്കിൽ ഇത്തരം സംശയങ്ങൾ വരുമ്പോൾ പരാതിയോ ഇത് അന്വേഷിക്കാൻ വരികയോ, അപ്പോൾ അവരുടെ ഈരാട്ടുപേട്ടയിൽ ഒരുപാട് ദേശസ്നേഹികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഇതിനെ സംബന്ധിച്ച് എതിർക്കുകയും പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ആ സമുദായത്തിനിടയിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ ഇതിനെ ഉയർത്തിപ്പിടിക്കുന്ന 100 കണക്കിന് ആളുകളുണ്ടല്ലോ. അപ്പോൾ അവരൊന്നും ഇത് കണ്ടഭാവം നടിക്കുന്നില്ലേ? കാരണം പറയാം, ഞാൻ ഇപ്പൊ ബൈക്കിൽ പോയാൽ ഹെൽമെറ്റ് വെച്ച് പോയെങ്കിൽ അവരെ ആരും ഹെൽമെറ്റ് വെക്കാറില്ല, ഒരു പോലീസുകാർ എടുക്കാറുമില്ല. കാരണം എന്താ? അവരോട്
ചോദിച്ചിരിക്കുന്നു. സാറല്ലെങ്കിൽ ഒരു ദിവസം ഈരാട്ടുപേട്ട വന്ന് ചുമ്മാ ഒന്ന് സാർ കണ്ടു നോക്കാം. അവിടെ ഹെൽമെറ്റ് വെച്ചോ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും പോകാറില്ല ബൈക്കിലൊന്നും. കാരണം അവരെ ആരും ചോദിക്കാനുള്ള രീതിയിൽ അവിടെ മുസ്ലിങ്ങൾ തന്നെ അഭിപ്രായമുള്ളവർ പറയുന്നുണ്ട് അവിടെ തീവ്രവാദിത്വം ഉണ്ടെന്ന്. ഞാൻ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന കക്ഷികളാണ്. അപ്പൊ അവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ശക്തമായ സ്ഥലമാണ് ഇപ്പോഴും. തീവ്രവാദിത്വം ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ മുൻ എസ് പി ആയിരുന്ന കോട്ടയം എസ് പി ആയിരുന്ന പുള്ളി ഇതിനെക്കുറിച്ചൊരു പ്രസ്താവന ഇറക്കിയായിരുന്നു എന്റെ അറിവ്. അന്ന് ന്യൂസ് ചർച്ച ചെയ്തായിരുന്നു എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിനൊന്നും ഒരു പ്രാബല്യം. ഇതൊക്കെ അധികാര വർഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അവരടുത്ത് നിൽക്കുന്നവരാണ്. അപ്പൊ അവർക്കെതിരെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു രീതിയാണ് അവിടെ വന്നിരിക്കുന്നത്. നമ്മൾക്കൊന്നും അവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്താലും ഏറ്റേച്ച് പോരുക എന്ന രീതിയാണ്. കാരണം നമുക്ക് ജീവൻ പേടിയില്ലേ. അപ്പൊ ഇത് ആദ്യം ഈ ഈരാറ്റുപേട്ടയിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ, മറ്റു സ്ഥലങ്ങളിൽ അത്തരം പ്രശ്നങ്ങളില്ല അല്ലേ? ഇല്ല, കാഞ്ഞിരപ്പള്ളി ഉണ്ടോ? എന്റെ ഒരു അനിയൻ, ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ അനിയൻ അവിടെ ഒരു മുസ്ലിം. കാഞ്ഞിരപ്പള്ളിയൊക്കെ ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ്, നല്ല സ്ഥലമല്ലേ? അവിടെയൊക്കെ ഇതിന് തീവ്രവാദ പ്രവർത്തനങ്ങളിലൊക്കെ ബന്ധപ്പെടുന്ന ആളുകളുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? സാറ് അവിടെ പോയതല്ലോ, അതിനെ കുറിച്ച് പഠിച്ചിട്ടില്ലായിരിക്കും, അതായിരിക്കും അങ്ങനെ പറയുന്നത്. കാരണം അത് സാർ അവിടെ ഒരു കുറച്ച് ദിവസമൊക്കെ പഠിച്ചു നോക്കണം. അപ്പൊ അവിടെയാണ് നമുക്കറിയാം തീവ്രവാദം. അവിടെ രാഷ്ട്രീയമില്ല, കോൺഗ്രസോ മറ്റതോ അല്ലെ കമ്മ്യൂണിസ്റ്റോ ഒന്നുമില്ല. അവരെല്ലാം ചെയ്യുന്നത് മതം മാത്രമേ ഉള്ളൂ അവർക്ക്. ആ രീതിയിലാണ് അവർ പോകുന്നത്. എന്റെ അനുഭവങ്ങളാണ് പറയുന്നത്. ഞാൻ ഈ പ്രദേശങ്ങളിലെല്ലാം പോകുന്ന സ്ഥലങ്ങളിലാണ്. എന്റെ കാഞ്ഞിരപ്പള്ളിയാണ് ഒരു 10 കിലോമീറ്റർ, ഈരാട്ടുപേട്ടയിലും 10 കിലോമീറ്റർ. ഈ സ്ഥലങ്ങളിലാണ് പോകുന്നത്. ഇവർ ഏറ്റവും കൂടുതൽ അല്ലത്തിന് നമുക്കറിയാലോ, ഇപ്പൊ തന്നെ പോപ്പുലർ ഫ്രണ്ടുകാർ ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈരാട്ടുപേട്ട ഉണ്ട്. അവരുടെ പ്രവർത്തന ശൈലി അതാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ ഉറപ്പായിട്ടും ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. എനിക്ക് യൂട്യൂബിൽ ചില കമന്റുകൾ പറയുന്നുണ്ട് കേട്ടോ. തങ്കച്ചൻ പറഞ്ഞ സത്യമാണ്, അവിടെ ഹെൽമെറ്റിന് ഇളവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആളുകൾ. നോക്കാം. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. നോക്കാം. അപ്പോൾ ശ്രീ ബഷീർ നാദാപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബഷീർ, നാദാപുരം നമുക്കറിയാം ഒരു വലിയ ഓർമ്മയാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ അവസാനിച്ചു എന്ന് ആഗ്രഹിക്കാൻ നമ്മൾ തയ്യാറാവുകയാണ്. അപ്പോഴാണ് ഇങ്ങനെയുള്ള കത്തുകൾ വരുന്നത്. ഇത് വീണ്ടും വീണ്ടും നമ്മളെ ഇത്തരം കലാപങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ശ്രീ ബഷീറിന് എന്ത് തോന്നുന്നു? ഇത് ഒരു തട്ടിപ്പ് കത്താണോ, അതോ ഇത് ഭയക്കേണ്ട ഒന്നാണോ? അല്ല, ഇത് തീർച്ചയായും ഭയക്കേണ്ട ഒരു കത്ത് തന്നെയാണ്. ശരിക്കും വളരെ വ്യക്തമായും പറയുകയാണെങ്കിൽ ഇത് ശരിക്കും നമുക്ക് ഒരാളെ പഴിചാരിക്കൊണ്ട് ഇപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ പറയാൻ പറ്റില്ല. കാരണം കുറച്ചു മുമ്പൊക്കെ വളരെ പല സംഭവങ്ങളിലും അന്വേഷണം നടന്നു വരുമ്പോൾ അത് പിന്നെ എന്താണ് മറ്റേ മാനസിക രോഗി അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെയൊക്കെ ആയി മാറി വരുന്നുണ്ടല്ലോ. അപ്പോ ഇത് ഒരു വ്യക്തമായ ഒരു രീതിയിൽ എത്തുമ്പോഴത്തെ ഒരാരും പഴിചാരാൻ പറ്റില്ല. പക്ഷെ കുറച്ചു മുമ്പ് ഒരാൾ സംസാരിച്ചു ഈ ഒരു മതവിഭാഗം പിന്നെ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. അത് ഒരു ചെറിയ വിഭാഗത്തെ ഒരു ചെറിയ ന്യൂനപക്ഷം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു മതവിഭാഗത്തെ മുഴുവൻ അടിച്ചാക്ഷേപിക്കാൻ പറ്റില്ലല്ലോ. അതിപ്പോ ഏത് വിഭാഗത്തിലും പിന്നെ അങ്ങനെ ഉണ്ടാകാം. അത് ഈ പിന്നെ എന്താണ് പറയാ, ഒരു ഐഡിയോളജിയെ മിസ്ഇന്റർപ്രിട്ടേഷൻ ചെയ്യുമ്പോഴാണ് അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നത്. പലരും പിന്നെ തീവ്രവാദ നിലപാടുകളുള്ളവര് അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുക. അങ്ങനെ വ്യാഖ്യാനിച്ചു വരുമ്പോഴാണ് അതിന് തീവ്ര സ്വഭാവം വരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആ മതം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവില്ല. അപ്പോ യഥാർത്ഥം എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗാസ പ്രശ്നം, നമ്മുടെ പിന്നെ ഫലസ്തീൻ പ്രശ്നം, ഈ പ്രശ്നത്തില് ഞാൻ യഥാർത്ഥത്തിൽ ഒരു പിന്നെ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചപ്പോ എന്നെ പോലും എന്റെ മതത്തിലെ തീവ്രവാദ നിലപാടുള്ളവര് ശരിക്കും ഒരു ഇസ്ലാമിക വ്യക്തിയല്ല, അല്ലെങ്കിൽ ഒരു മുസ്ലിം അല്ല എന്നുള്ള രീതിയിൽ പുറന്തള്ളുകയും ചെയ്തു. അതായത് അങ്ങക്ക് സ്വതന്ത്രമായൊരു നിലപാട് പറയാൻ പറ്റുന്നില്ല, അപ്പൊ അങ്ങ് മതത്തിനെതിരായി പോയി എന്ന് അവർ ചിത്രീകരിക്കുകയാണ് ചില ആളുകൾ. അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിപ്പോ പിന്നെ ഹിന്ദു മതത്തിലായാലും ഹൈന്ദവ പിന്നെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ വളരെ വിശാലവും എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ഐഡിയോളജി ആണല്ലോ. അതിൽ തന്നെ എത്രയോ തീവ്രവാദികൾ ഇപ്പോൾ ഉത്തരേന്ത്യയിലും മറ്റും കേൾക്കുന്നതാണെങ്കിൽ വളരെ പരിതാപകരമായ ഒരുപാട് സംഭവങ്ങളെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ പറയുന്ന ചെറിയ ന്യൂനപക്ഷം, ആ മതത്തിന്റെ അനുയായികൾ എന്ന് പറയുന്ന, എന്നാൽ യഥാർത്ഥത്തിൽ ആ മതത്തെ ഉൾക്കൊള്ളാത്ത ഒരു വിഭാഗം അതിനെ മിസ്ഇന്റർപ്രിട്ടേഷൻ ചെയ്തുകൊണ്ട് അതിന്റെ ഈ തീവ്രവശങ്ങളെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ തീവ്രമായി അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു തെറ്റിദ്ധാരണ വരുന്നത്. യഥാർത്ഥത്തിൽ മതങ്ങളെല്ലാം ഉദ്ഘോഷിക്കുന്നത് ശരിക്കും സാഹോദര്യവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്ലാഷ് ഉണ്ടാകുന്ന രീതിയിൽ അങ്ങനെ പോകണമെന്നല്ല. യഥാർത്ഥത്തിൽ സാഹോദര്യത്തെ പറ്റിയാണ് ഉദ്ഘോഷിക്കുന്നത്. യഥാർത്ഥം ഞാൻ പറയാണ് എന്റെ ഒരു അനുഭവം. എനിക്കൊരു 10-42 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതിൽ എന്റെ ഒരാള് തൊട്ടടുത്ത ഒരാള് സ്ട്രോക്ക് വന്നെന്ന് പറഞ്ഞാല് പെട്ടെന്ന് അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ യാതൊരു വഴിയുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു വന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ആ ഭാഗത്ത് കുറച്ച് സ്ഥലം വിട്ട് തന്നാല് പിന്നെ ഒരു വണ്ടി പോകാനുള്ള സ്ഥലം കിട്ടും. ഞാനത് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഞാൻ ആലോചിച്ചിട്ടില്ല.
അദ്ദേഹം ഒരു യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാന്നൊക്കെ എനിക്ക് അറിയാം. പക്ഷെ ഞാനതൊന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ 3 സെന്റ് 4 സെന്റ് ഏകദേശം 2-3 ലക്ഷം റുപ്യ സെന്റിന് വരുന്ന ഒരു സ്ഥലം ഞാനത് വെറുതെ കൊടുത്തു. അത് കൊടുത്തത് ഞാനിപ്പോ വിളിച്ചു പറയല്ല. ഞാൻ എന്റെ മതത്തെ ഞാൻ ശരിക്കും ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ ഒന്നും സങ്കുചിതത്വം എന്ന് പറയുന്നത് വരില്ല. നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ മനുഷ്യനായി മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്റെ മതം, ഞാൻ 5 ദിനം നിസ്കരിക്കുന്നവനാണ്, നോമ്പ് വെക്കുന്നവനാണ്, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠത ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ ഈ പറയുന്ന ഈ ഗണത്തിൽ ആ വ്യക്തി ഒരു ക്രിസ്ത്യൻ സുഹൃത്താണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളല്ല. ഞാൻ ഈ പറഞ്ഞ ഒരു ബുഖാരിലോ മുസ്ലിമോ എന്തോ ഒരു ഹദീസിന്റെ കാര്യം എന്തോ അയാൾ പറഞ്ഞു. പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ ശരിക്കുള്ള ഒരു ഇന്റർപ്രിട്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം പലതും ഇപ്പം പിന്നെ എന്താണ് പറയാ ഈ അടിച്ചുവിടുന്നുണ്ട്. അങ്ങനെയൊക്കെ കിട്ടുന്ന ചില ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു മതത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ കംപ്ലീറ്റ് ഈ ഒരു വിഭാഗത്തിലേക്ക് തള്ളുന്ന ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തിൽ എന്റെ അനുഭവത്തിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ ഗസേന്റെ കാര്യത്തിൽ ഞാനെടുത്ത നിലപാടിനെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ അനുകൂലിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്നെ പോലെ ഒരു ആർജവമില്ല ഇത് പുറത്തു പറയാൻ. ഞാൻ പുറത്തു പറയുന്നുണ്ട്. ഞാൻ എന്റെ ഗ്രൂപ്പുകളിലും എന്റെ പിന്നെ സൗഹൃദ വലയങ്ങളിലൊക്കെ ഞാൻ ഇതേ അനുഭവം, ഈ ഒരു നിലപാട് തന്നെ, അതായത് ഹമാസിനെ അടച്ചാക്ഷേപിക്കുക, ആ തീവ്രവാദം നമുക്ക് പറ്റില്ല എന്ന് പറയാം. ഇന്ത്യയിൽ തന്നെ PFI അതുപോലുള്ള തീവ്രവാദങ്ങളെ മുഴുവൻ ഞാൻ ശരിക്കും എന്റെ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് തന്നെ എതിർക്കുന്ന ആളാണ്. എന്നിട്ട് ആ എതിർക്കുന്നതിനെ തന്നെ എന്റെ വിഭാഗങ്ങളിൽപ്പെട്ടവർ തന്നെ എന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈന്ദവ വിഭാഗങ്ങളിലുണ്ട്. ഇപ്പൊ കാസയിന്റെ ആളുകളെ പിന്നെ അവർ തീവ്രവാദികളാണെന്ന് പറയുന്ന ക്രിസ്ത്യൻ സുഹൃത്തുക്കളില്ലേ ഇഷ്ടം പോലെ എന്റെ സൗഹൃദ വലയത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഇതിനെ എതിർക്കാൻ എന്റെ ഇതിൽപ്പെട്ട ഞാൻ എന്റെ അനുഭവം പറഞ്ഞതുപോലെ അവർക്കും അങ്ങനെ ഒറ്റപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം, നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു പ്രശ്നമാണിത്. അപ്പൊ അത് എല്ലാ വിഭാഗങ്ങളിലും ഈ ഒരു സ്വഭാവക്കാരുണ്ട്. അവരെ മനുഷ്യത്വത്തിന്റെ ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് എല്ലാവരും ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം. യെസ്, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും അങ്ങ് പറഞ്ഞത് വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അങ്ങ് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ശ്രീ ബഷീർ? ഞാൻ ഗൾഫിലായിരുന്നു, പക്ഷെ ഗൾഫിലെ ഒരു മടങ്ങി വന്നു, പ്രവാസിയായിരുന്നു, ഇപ്പൊ നാട്ടിലാണ്, മടങ്ങി വന്നു. ഏതായാലും അങ്ങയുടെ ആ ഒരു വാക്കുകൾ വളരെ പ്രസക്തമാണ്. അപ്പം നമ്മുടെ ധാരാളം പ്രവാസികൾ പൊതുവേദി കാണുന്നു എന്നത് ഏറ്റവും അധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ പ്രവാസികളെ അത്ര മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടി കൂടിയാണല്ലോ പൊതുവേദി. അപ്പോൾ ഏതായാലും ഒരു ചെറിയ ഇടവേള എനിക്ക് അനിവാര്യമാണ്. ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, അപ്പോൾ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോട് ജിയോ പറയുന്നത് ഇങ്ങനെ വ്യക്തിപരമായ കഥകൾ പലപ്പോഴും ഉണ്ടാവും, അപ്പോൾ അതൊക്കെ അങ്ങനെ പറയാൻ അവസരം നൽകരുത് എന്നാണ്. ഓക്കെ, നോക്കാം. എന്തായാലും ശ്രീമതി സെബീന തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വിളിച്ചിട്ട് കിട്ടി. ഏതായാലും ശ്രീമതി സെബീന സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. സമയം നമുക്ക് വളരെ കുറവാണ്. പക്ഷേ അപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ ഇത്തരം ആശങ്കകളെ കേരളം എങ്ങനെ നോക്കിക്കാണണം? ഇത് നമ്മൾ ഭയക്കേണ്ട ഒന്നാണോ? ഈ ഊമക്കത്തുകൾ പോലെ വരുന്ന ഇത്തരം കത്തുകൾ കണ്ട് നമ്മൾ ആകെ അസ്വസ്ഥരാകേണ്ടതുണ്ടോ? അതോ ഇത് വളരെ കർക്കശമായ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതാണ്? മനു, എനിക്ക് ഈ വിഷയത്തിൽ അങ്ങനെ നമുക്ക് ഒരുപാടൊക്കെ ചർച്ച ചെയ്യേണ്ടത് ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഇതൊരു മതത്തിനെ മൊത്തത്തിൽ ഒരു കോർണറിൽ നിർത്തുകയാണ്. ഞാനും ആ മതത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ നമ്മൾ ഇന്ന് വരെ മതത്തിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. പലരും ഇവിടെ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വിഷമവും തോന്നാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് ആൾക്കാരുടെ വളരെ അവരുടെ ഒരു ഈ മനോനിലയുടെ പ്രശ്നവും കൂടെയാണ്. മനോനില എന്ന് വെച്ചാൽ ഭ്രാന്തനെന്ന് ഞാൻ പറയത്തില്ല, മതഭ്രാന്താണ് അതിന്റെ മെയിൻ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെ ഓരോ പ്രസ്ഥാനങ്ങൾ പറയുന്ന ആ മൂല്യമുള്ള കാര്യങ്ങളല്ല കാലാകാലങ്ങളിൽ വരുന്ന അതിന്റെ നേതാക്കൾ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ നയിക്കുന്ന ആൾക്കാർ ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. അതുപോലെ മതത്തിലുമുണ്ട്. മതത്തിലും മതഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ മതത്തിന്റെ മൂല്യങ്ങൾ വേറെ പറയുമ്പോൾ ചില ആളുകൾ അതിനെ വക്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ മോശപ്പെടുത്തുന്ന രീതിയിൽ അതിനെ ഒരു കൂട്ടായി എടുക്കുക, എന്നിട്ട് അത് ന്യായീകരിക്കുക, അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുക ചെയ്യുന്നു. അതെ, അത് ഒരു വിഭാഗം ആൾക്കാര് അത് അവർക്ക് ഒരിക്കലും മതത്തിനോട് സ്നേഹമുള്ളതുകൊണ്ടോ ഈ കമ്മ്യൂണിറ്റിയോടോ അവരുടെ നാടിനോടോ അവരുടെ ഒരു തരത്തിലും ആ മതത്തിനെ സ്നേഹിക്കുന്നവർ ഒരിക്കലും അത് ചെയ്യാറില്ല. കാരണം മതം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വഴികാട്ടി മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതിനെ ഒരിക്കലും അത് നമ്മളെ അത് കൺട്രോൾ ചെയ്യാൻ പാടില്ല. മതം നമ്മളുടെ ഒരു ഭാഗമാണ്. മതത്തിനെ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഫോളോ ചെയ്യാം, ഫോളോ ചെയ്യാതിരിക്കാം, അതിലെ നല്ല കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ ഇത് ചെയ്യുന്നവര് മതത്തിനെയോ അല്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങളെയോ അല്പം പോലും ബഹുമാനിക്കുന്നവരല്ല.
അത് ബഹുമാനിക്കുന്നവരാണെങ്കിൽ അവർ സമൂഹത്തിനെ ബഹുമാനിക്കുക. സമൂഹത്തിന് ഒരിക്കലും അവരൊരു വില്ലനാകാറില്ല. ഇത് എന്ത് കാരണം കൊണ്ടും ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇതിനെ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യത്തുമില്ല. അത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ മതവിഭാഗത്തിൽപ്പെട്ട വളരെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ലവരായിട്ടുള്ള ആൾക്കാർ പോലും ചോദ്യത്തിൽ ആ ഒരു ചോദ്യമുനയിൽ നിൽക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. കാരണം ഞങ്ങളൊക്കെ ഈ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളൊന്ന് മതത്തിനെ കുറിച്ച് ഇന്ന് വരെ ഇങ്ങനൊരു മതത്തിലാണ് നമ്മളൊന്ന് ചിന്തിക്കാത്ത ആൾക്കാരാണ്. പക്ഷെ മതം നമ്മൾ ജനിക്കുമ്പോൾ നമ്മളോട് പറയുന്നു നിങ്ങൾ ഈ മതത്തിലുള്ളതാണ്. അതുകൊണ്ട് മാത്രം നമ്മൾ ആ മതത്തിനെ ഫോളോ ചെയ്യുന്നു. എല്ലാവർക്കും ഒരു മതം, ഒരു രാഷ്ട്രീയമുള്ള ഒരു മതവും എല്ലാവർക്കും ഉണ്ട്. ആ മതത്തിനെ മര്യാദയ്ക്ക് കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. ഇതിനെയൊക്കെ കർക്കശമായിട്ട് ഇതൊന്നും വളരെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല. ഇപ്പൊ തെരുവ് നായ്ക്കൾ ഉള്ളതുപോലെ, അതിൽ പേ പിടിച്ച നായ്ക്കൾ ഉള്ളതുപോലെ മാത്രമേ ഞാൻ ഇതിനെ കരുതുന്നുള്ളൂ. അത് അവരെ എന്ത് ചെയ്യും, കാലാകാലങ്ങളിൽ ആൾക്കാർ തല്ലിക്കൊന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ ഇന്ന് വിളിച്ചതുപോലെ ഈ വിഷയമല്ല എന്റെ പ്രധാന ഘടകം. ഞാൻ മനുവിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാന്നുള്ളതായിരുന്നു. അതെനിക്ക് കിട്ടി. ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ വളരെ റെലവെന്റ് ആയിട്ടുള്ള കുറെ സബ്ജക്ട് ഉണ്ടായിരുന്നു. എനിക്കതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതായിരുന്നു എനിക്ക് കൂടുതൽ ഫോക്കസ്. പക്ഷെ ഇന്ന് കിട്ടിയത് സന്തോഷമുണ്ട്. ഇത് ഒട്ടും നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊട്ടും പ്രസക്തിയില്ല മനു. ഇത് ഒട്ടും തന്നെ നമ്മൾ ഇത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. എല്ലാ ജനങ്ങളും ഒന്നുപോലെ ഇത് എതിർക്കും. ഒരിക്കലും നല്ല ഇസ്ലാമിക് ആയിട്ടുള്ള നല്ല ആൾക്കാർ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല, പ്രൊമോട്ട് ചെയ്യത്തില്ല. ഇങ്ങനെയുള്ളതിന് അവർ ഓൾവേസ് എതിർക്കുക തന്നെ ചെയ്യും. ഓക്കെ, അതാണ്, വ്യക്തമാണ് അഭിപ്രായം. അത് എനിക്ക് തോന്നുന്നത് അത് വളരെ ശരിയാണ് ശ്രീമതി സബീന പറഞ്ഞ വാക്കുകൾ. അപ്പോൾ നമുക്ക് ഒരു മതത്തിൽ നമ്മൾ ജനിച്ചു, അതിനെ സമൂഹ നന്മയ്ക്കായി എത്രമാത്രം പ്രയോജനപ്പെടുത്താൻ കഴിയുമോ, ആ മതഗ്രന്ഥങ്ങളിൽ നിന്ന് എത്രമാത്രം നന്മ ഉൾക്കൊള്ളാൻ കഴിയുമോ അത് വെച്ച് സമൂഹത്തിന് മുന്നിൽ ഇതാണ് യഥാർത്ഥ മതം എന്ന് പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ പഠിപ്പിക്കാനൊക്കെയുള്ള അവസരം ഉപയോഗിക്കാനുണ്ട്. പക്ഷേ ഇതുപോലെ അക്രമത്തിനും അതുപോലെ ആളുകൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനുമൊക്കെ മതത്തെ ഒരു തണലാക്കുന്ന വളരെ ചെറിയൊരു ശതമാനം ആളുകളും ഉണ്ട്. അപ്പോൾ ഇത് ആളുകൾക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഏത് വഴിയാണ് എന്നവർ വരുന്നു. പക്ഷേ ഏതായാലും കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നത് കമ്മ്യൂണിസമാണ് എല്ലാത്തിനും പരിഹാരം എന്ന് പറയുന്നു. അതിനിടയിൽ എന്നെ ടൈറ്റാനിക്കിലെ ജാക്ക് എന്നൊക്കെ വിളിച്ച് എന്നെ പരിഹസിക്കുന്നുണ്ട് ആരൊക്കെയോ. ഓക്കെ, ഞാൻ സുനിലാണെന്നാണ്, സുനിലും ഗോളാന്തരവും ഒക്കെ പറയുന്നത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ മുടി ഇങ്ങനെ ഞാൻ ചീവാത്ത കൊണ്ട് കിടക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടൈറ്റാനിക്കിലെ ജാക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നെ ആക്കുന്നുണ്ട്. ഓക്കെ, കൊള്ളാം. അപ്പോൾ സോമൻ, ശ്രീ സോമൻ പോത്തങ്കോട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഓ യെസ്, ശ്രീ സോമൻ പറയൂ. ഞാൻ വിളിച്ചത് എനിക്ക് പെൻഷൻ കിട്ടുന്നില്ല. പെൻഷൻ കിട്ടുന്നില്ല? ഇല്ല, ഇപ്പൊ 1.5 വർഷമായി. ഇപ്പൊ ഈ ഒരു മാസത്തെ പെൻഷൻ വന്നിട്ടുണ്ട്. എന്ത് ക്ഷേമനിധിയിലാണ് താങ്കൾ അംഗമായിട്ടുള്ളത്? നിർമ്മാണ തൊഴിലാളികളാണ്. നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി തടസ്സപ്പെട്ടിരിക്കുകയാണ് അല്ലേ? 1.5 വർഷത്തിൽ കൂടുതലായി പെൻഷൻ. ഓണത്തിന് 2 മാസം വരുമെന്ന് പറഞ്ഞിട്ട് 1 മാസം തന്നു. അതിനുശേഷം എന്താ ഇപ്പൊ 1 മാസം തന്നിട്ടുണ്ട്. അതിന് മുമ്പ് 1.5 വർഷത്തെ പെൻഷൻ എനിക്ക് കിട്ടാറുണ്ട്. ശരി, അപ്പൊ അങ്ങ് ഉദ്ദേശിക്കുന്നത് പറയുന്ന കാര്യം വ്യക്തമാണ്. ഇത് പല പ്രേക്ഷകരും എന്നോട് ഇത് മുമ്പും ഓർമ്മിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇത് ചർച്ച ചെയ്യണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്ത് രൂക്ഷമാണെന്ന് സർക്കാർ പറയുന്നു. എനിക്കാണെങ്കിൽ 10-69 വയസ്സായി. കാരണം എനിക്ക് ഇപ്പം ജോലിക്കൊന്നും പോകാൻ വയ്യ. ഞാൻ ഇപ്പം ഡെയിലി മരുന്നും ഗുളികയും കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതുകൊണ്ടൊക്കെയാണ് ഗുളികയും ഇതൊക്കെ വാങ്ങുന്നത്. ഇത് കിട്ടുന്നില്ല അല്ലേ? കിട്ടുന്നില്ല. ഓക്കെ, ഏതായാലും ഇത് അങ്ങയുടെ ഈ വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഏതായാലും അവിടെ നിന്ന് വിളിച്ചതിന് വളരെ നന്ദി. അപ്പോൾ എൻ്റെ അവസാനത്തെ കോളർ ദീപു ആണ്. ദീപു, യെസ്. മനു, ഏതെങ്കിലും ഒരു കാര്യം എടുത്തുകൊണ്ട് നമ്മൾ മതാടിസ്ഥാനത്തിലാണ് തീവ്രവാദം എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥമില്ല. ഏതെങ്കിലും അവരുടെ റഫറൽ ബുക്സ് വെച്ചിട്ട് ആ ബുക്കിനകത്ത് ഏത് ബുക്കിനകത്ത് നോക്കിയാലും നമുക്ക് പറയാൻ കാണുമല്ലോ കുറെ കുറ്റവും കുറവുകളും ഒക്കെ ഇല്ലേ? ഹിന്ദു മതത്തിന്റെയും ക്രിസ്ത്യൻ മതത്തിന്റെയും എല്ലാ മതത്തിന്റെയും ബുക്കിനകത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. സ്ത്രീ വിരുദ്ധതയെ എല്ലാം പറയാനുണ്ടാവും. അപ്പൊ അത് വെച്ചുകൊണ്ട് ഏതെങ്കിലും മതവിഭാഗത്തെ പറയുന്നത്. നേരത്തെ ഒരു തിരുവല്ലേന്നൊരു ആള് വിളിച്ചിട്ട് എന്തെല്ലാമാണ് പറഞ്ഞത്, മനു അത് മുഴുവൻ കേട്ടിരിക്കുകയായിരുന്നു. അത് എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഡെഡ് ബോഡി കൊണ്ടുപോയി ഒരു പള്ളിയിൽ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അടികൂടുകയല്ലേ ഇവര്. ആ കാണിക്കുന്ന മനുഷ്യത്വ വിരുദ്ധത വെച്ചിട്ടാണ് ഇവര് ബാക്കിയുള്ള മനുഷ്യത്വം മുഴുവൻ പറയാൻ നടക്കുന്നത്.
അപ്പം ഇത് നമ്മൾ ഇതിന് ഒരു തീവ്രവാദം ഒരിക്കലും മതവുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണ്. മതത്തിനെ മറയാക്കിക്കൊണ്ടാണ് തീവ്രവാദികൾ ഈ പറയുന്ന ഇത് നടത്തുന്നത്. അത് എനിക്ക് സമയം അവസാനിച്ചുകൊണ്ടാണ്. താങ്ക് യു ദീപു. നമുക്ക് അടുത്ത ദിവസം വിശദമായി സംസാരിക്കാം. ഇന്ന് സമയം ഇങ്ങനെ പ്രവീണ ഇങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കഴിഞ്ഞു ദീപു ആയതുകൊണ്ട് അവരെടുത്തതുമാണ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നാളെ ദീപു വിചാരിക്കും വിളിച്ചിട്ട് എടുത്തില്ല എന്ന്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അനഘ എനിക്കൊരു സ്മൈലിയൊക്കെ അയച്ചിട്ടുണ്ട്. അനഘ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും അച്ഛനും അമ്മയ്ക്കും ഒക്കെ എൻ്റെ ആശംസകൾ അറിയിക്കണം. ഏതായാലും ഇന്നത്തെ ഈ പൊതുവേദി അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ യൂട്യൂബിലും ഈ വിഷയം പ്രേക്ഷകർക്ക് ഒപ്പം ചർച്ച ചെയ്തിരുന്നു. അതിൽ കത്തിന് പിന്നിൽ തീവ്രവാദമോ എന്ന് ചോദിക്കുമ്പോൾ 76% ആളുകളും അങ്ങനെ സംശയിക്കണമെന്ന നിലപാടുള്ളവരാണ്. 24% ആളുകൾ പക്ഷേ ഇത് ഒരു സാധാരണ മനോവൈകല്യത്തിൻ്റെ ഒരു പ്രതീകമായി ചവറ്റുകോട്ടയിൽ ഇടേണ്ട ഒന്നാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. ഇന്നത്തെ പൊതുവേദി എവിടെ സമാപിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.